ഒരു നല്ല രാജയോഗി ജീവിതത്തിന് നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട സംശുദ്ധീകരണം എന്താണെന്ന് ഇന്നലെ നമ്മൾ മനസ്സിലാക്കി. ഇനി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളെല്ലാവരും നിത്യസത്സംഗം, പ്രഭാത സത്സംഗം കേൾക്കുമ്പോൾ ഡെയിലി ഭഗവാന്റെ തന്നെ മധുരമഹവാക്യങ്ങളിലൂടെ ബാബ ഇനി കൂടുതൽ കൂടുതൽ നമ്മുടെ ജീവിതത്തിൻ്റെ അനുദിനം നടക്കുന്നത് ശുദ്ധീകരണ പ്രക്രിയയാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ആഴത്തിലും വളരെ സൂക്ഷ്മത്തിലും നമുക്ക് ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് സ്വയം വിധേയമാക്കാം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ ഈ ഒരു മാസക്കാലമായി കേട്ടുകൊണ്ടിരിക്കുന്ന ജ്ഞാനം, ഈ സായാഹ്ന സത്സംഗം എന്ന പേരിൽ നമ്മൾ കേൾക്കുന്നത്, ഇത് സത്യപിതാവ് നൽകിക്കൊണ്ടിരിക്കുന്ന ജ്ഞാനക്കടലായ ശിവ ഭഗവാൻ ബാബ നൽകുന്ന സാഗരസമാനമായ അറിവുകൾ. ആ ജ്ഞാനത്തെ ചിട്ടപ്പെടുത്തിയിട്ട് ബാക്കി അതിനെ ആർക്ക് പുതിയവർക്കും മനസ്സിലാക്കാവുന്ന തരത്തിൽ ഒരു അടിസ്ഥാന പാഠ്യക്രമം പോലെ ചിട്ടപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഈശ്വരീയ ജ്ഞാനം പകർന്നു തന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, അല്ലേ, ഈ ജ്ഞാനമൊക്കെ എവിടെ നിന്നാണ്, ഏത് പുസ്തകത്തിൽ നമുക്കിതെല്ലാം കിട്ടും? യഥാർത്ഥത്തിൽ നമുക്ക് ഒരു പുസ്തകങ്ങളിലും സമ്പൂർണ്ണ ജ്ഞാനം കണ്ടെത്താൻ പറ്റില്ല. എന്തുകൊണ്ടെന്നാൽ സമ്പൂർണ്ണത അല്ലെങ്കിൽ മുഴുവൻ അറിവിൻ്റെ കടൽ ഭഗവാൻ മാത്രമാണ്. അതുകൊണ്ട് ഭഗവാനിലേ ഉള്ളൂ രചയിതാവിനെക്കുറിച്ചും രചനയെക്കുറിച്ചുള്ള ജ്ഞാനം. അത് നമ്മുടെ ഋഷീശ്വരന്മാർ സമ്മതിച്ചിട്ടുണ്ട്. പണ്ട് ഋഷിമാർ മുനിമാർ പറയുമായിരുന്നു, രചയിതാവിൻ്റെയും രചനയുടെയും ആദ്യമധ്യാന്ത്യം നമുക്കാർക്കും കണ്ടെത്താൻ പറ്റില്ല. അത് ഈ ഒരു ജന്മം കൊണ്ട് കഴിയില്ല. അവർ വളരെ വിനയത്തോടെ അത് സമ്മതിച്ചിരുന്നു. എനിക്കറിയാം എല്ലാം എന്ന് അവരൊരിക്കലും പറയുമായിരുന്നില്ല. നമുക്കത് കണ്ടെത്താൻ കഴിയില്ല. എൻ്റെ അർത്ഥം എന്താ? അത് ആരുടെ പക്കലേ ഉള്ളൂ? ഒരു ഈശ്വരൻ്റെ പക്കലേ ഉള്ളൂ. അപ്പോൾ ആ ഭഗവാനിലുള്ള ജ്ഞാനം എപ്പോഴാണോ സ്വയം പരമാത്മാ നമുക്ക് നൽകുന്നത്, ആ നൽകുന്ന സമയമാണ് ഈ സംഗമയുഗം. അപ്പോഴേ നമുക്കിത് പ്രാപ്തമാക്കുകയുള്ളൂ. അങ്ങനെ ശിവബാബ ഈ ഭൂമിയിലേക്ക് ജ്ഞാനഗംഗാപ്രവാഹം നടത്തി നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അറിവുകളുടെ കുറച്ച് ശകലങ്ങളാണ് നമ്മൾ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ. പക്ഷേ ഇതിന് ശേഷം നമുക്ക് ഭഗവാന്റെ ഡയറക്റ്റ് മഹാവാക്യങ്ങൾ, ജ്ഞാനസാഗരം സാഗരസമാനം ജ്ഞാനം വർഷിക്കുന്നത് നമുക്ക് കേൾക്കാം. അതിനെ ജ്ഞാനമുരളി എന്ന് പറയും. ജ്ഞാനമുരളിക്കുള്ളിൽ ബാബ 4 വിഷയങ്ങൾ കവർ ചെയ്യും. മുരളിയിലൂടെ ജ്ഞാനവും കിട്ടും, ജ്ഞാനത്തിൻ്റെ പോയിൻറ്റും കിട്ടും, യോഗത്തിൻ്റെ പോയിൻറ്റും കിട്ടും, ധാരണ, സേവനം. 4 മുഖ്യ വിഷയങ്ങളാണ് നമുക്ക് മുരളിയിലൂടെ ലഭിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, അപ്പോൾ ഈ മുരളി ബാബ എങ്ങനെ നൽകുന്നു, അല്ലേ? ബാബ നിരാകാരനാണ്, ഭഗവാനാണ്, ജ്യോതിസ്വരൂപനാണ്, ശരീരമില്ല. അപ്പോൾ പരമാത്മ എങ്ങനെ നമ്മളോട് സംസാരിക്കും? പരമാത്മാ പിതാവ് തീർച്ചയായിട്ടും ജ്യോതിർബിന്ദു സ്വരൂപനായ ഭഗവാന്, അല്ലേ, നമുക്ക് ഈ ജ്ഞാനം നൽകണമെങ്കിൽ ഒരു മുഖകമലം ആവശ്യമാണ്. ഗീതയിലും പറയുന്നുണ്ട്, ഞാനൊരു സാധാരണ വൃദ്ധശരീരത്തിലൂടെ അല്ലേ നിങ്ങൾക്ക് ജ്ഞാനം നൽകുന്നത്. സാധാരണ രീതിയിൽ ഞാൻ വരുന്നത് കൊണ്ട് എന്നെ ആരും മനസ്സിലാക്കുന്നില്ല. പരമാത്മ ഈ ജ്ഞാനം നമുക്ക് നൽകിയത് ഭഗവാൻ സ്വീകരിച്ച രഥം ബ്രഹ്മബാബ. ബ്രഹ്മബാബയെക്കുറിച്ച് നമ്മൾ പലതവണ കുറേശ്ശെ കാര്യങ്ങൾ കേട്ടിരുന്നു. എങ്കിലും ഇന്ന് നമുക്ക് കുറച്ചും കൂടെ നിങ്ങൾക്കെല്ലാവർക്കും ബാബയുടെ ഒരു പരിചയം ലഭിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. എന്തുകൊണ്ടെന്നാൽ
സ്വയം ഭഗവാൻ സ്വീകരിച്ച ഭാഗ്യശാലി രഥത്തെ നമുക്ക് പൂർണ്ണമായിട്ടും ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കി തരാൻ കഴിയില്ല. അത് നിങ്ങൾക്ക് മുന്നോട്ട് പോകവേ കൂടുതൽ നിത്യസത്സംഗത്തിലൂടെ മനസ്സിലാക്കാം. പിന്നെ ഈ ഈശ്വരീയ യജ്ഞത്തിൽ ധാരാളം പുസ്തകങ്ങളുണ്ട്, അതിലൂടെ മനസ്സിലാക്കാം. അതിൽ നിങ്ങൾ സെൻറ്ററിൽ പോകുമ്പോൾ ആദ്യം ചോദിച്ച് വാങ്ങി പഠിക്കേണ്ടത് ഈ ടോട്ടൽ ഈശ്വരീയ യജ്ഞം, പരമാത്മാ വരുന്നതും ബ്രഹ്മബാബയിലൂടെ ഈശ്വരീയ ജ്ഞാനം പകരുന്ന ഈ യജ്ഞ ചരിത്രത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, ആദിദേവൻ എന്നാണ് അതിൻ്റെ പേര്. അത് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് സമ്പൂർണമായും ഒരു ചിത്രം കൃത്യമായി ബുദ്ധിക്ക് ലഭിക്കും. ബ്രഹ്മബാബ 1876 ഡിസംബർ 15 സിന്ധ് പ്രവിശ്യയിൽ ഒരു കൃപലാനി കുടുംബത്തിലാണ് ജനിച്ചത്. പിതാവ് ഒരു ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററായിരുന്നു. അച്ഛൻ്റെ വേർപാടിന് ശേഷം ബാബ ചെറിയ പ്രായത്തിൽ, അദ്ദേഹത്തിൻ്റെ പേര് ബ്രഹ്മബാബയുടെ നേരത്തെ ഉണ്ടായിരുന്ന പേര് ലേഖരാജ് എന്നായിരുന്നു. ബിസിനസ് ആദ്യം ചെറിയ ബിസിനസ്സായിരുന്നു, ഗോതമ്പ് കച്ചവടം ചെയ്തു. പിന്നീട് വളരെ ബുദ്ധിമാനായത് കാരണം സ്വന്തം ബുദ്ധിയുടെ സാമർഥ്യം കൊണ്ട് വളർത്തിയെടുത്ത ബിസിനസ്സാണ് രത്നവ്യാപാരം. നമ്മളീ കാണുന്നത് ബാബ രത്നവ്യാപാരിയായിരുന്ന സമയത്തെ ചിത്രമാണ്. ആ സമയത്ത് സമൂഹം അദ്ദേഹത്തെ ദാദാ ലേഖരാജ് എന്നാണ് വിളിച്ചിരുന്നത്. ദാദാ മീൻസ് മുതിർന്ന സഹോദരൻ, നമ്മൾ മൂത്തേട്ടൻ എന്ന് പറയില്ലേ. കാരണം ആ സമൂഹം മുഴുവൻ, സിന്ധി സമുദായം മുഴുവൻ, അവരുടെ ഹൃദയത്തിലൊരു മൂത്തേട്ടൻ്റെ സ്ഥാനമായിരുന്നു ദാദാ ലേഖരാജിന്. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം വളരെ വലിയ ബിസിനസ്സുകാരനായി പെട്ടെന്ന് മാറി. സ്വന്തം അധ്വാനം കൊണ്ട്, സ്വന്തം ബുദ്ധിശക്തി കൊണ്ട് മാറി വളർത്തിയെടുത്ത ബിസിനസ്സാണ്. സമൂഹം ബഹുമാനിക്കാൻ കാരണം അദ്ദേഹം ധനവാനായതുകൊണ്ട് മാത്രമല്ല. പൊതുവെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പൈസയുള്ളവരെ പൊതുവെ ബഹുമാനിക്കാറുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ലഭിച്ച ബഹുമാനം അദ്ദേഹത്തിൻ്റെ ആദർശപരമായ ജീവിതം കാരണമായിരുന്നു. കാരണം അത്ര മൂല്യവത്തായൊരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ കൂടെയാണ് ബിസിനസ് ആരംഭിച്ചിരുന്നത്. പക്ഷെ അതിൽ നിന്ന് മാറാനുള്ള കാരണം തന്നെ ബിസിനസ്സിലെ കള്ളത്തരം കാണിക്കാൻ അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നില്ല. സഹോദരൻ അളവിൻ്റെയും തൂക്കത്തിൻ്റെയും കാര്യത്തിൽ അസത്യം കാണിക്കുന്നത് കണ്ടപ്പോൾ അത് താങ്ങാൻ പറ്റിയില്ല, അദ്ദേഹത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം അത്ര ശുദ്ധിയുടെ, സത്യതയുടെ സംസ്കാരം കുഞ്ഞുനാൾ മുതൽ വേരുറച്ചിരുന്നു. ജീവിതത്തിൽ ഇത്രയും വലിയ കോടീശ്വരനായി ബിസിനസ്സുകാരനായി വളർന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ച ഭാര്യയും മക്കളും മരുമക്കളും എല്ലാം പറയണ, ജീവിതത്തിൽ ഒരിക്കൽ പോലും കള്ളം പറയാത്ത ആൾ, ഒരിക്കൽ പോലും ദേഷ്യപ്പെടാത്ത ആൾ. അങ്ങനെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന് വളരെ ഭക്തിയുണ്ടായിരുന്നു. തീവ്ര വിഷ്ണു ഭക്തനായിരുന്നു. ഗീതയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആദർശ ഗ്രന്ഥം. എപ്പോഴും പോക്കറ്റിൽ ഗീതയുടെ ഒരു ചെറിയ ബുക്കുണ്ടാവും, കടയിലും ഉണ്ടാവും, മേശയിലും വലിപ്പിലും ഉണ്ടാവും. ആര് ബിസിനസ്സിന് വന്നാലും ആദ്യം ഗീതാ ശ്ലോകം പറഞ്ഞു കൊടുക്കും, അതിന് ശേഷമേ രത്നത്തിൻ്റെ ഇടപാട് നടത്തുമായിരുന്നുള്ളൂ. ഇത്രയും നല്ല ഭക്തനായിരുന്നു അദ്ദേഹം. അങ്ങനെ പുറമേ കാണിച്ചു കൂട്ടുന്ന ഒരു ഭക്തിയുടെ സംസ്കാരമല്ല. അദ്ദേഹത്തിൻ്റെ പൂജാവേളയിലായിരിക്കും മിക്കവാറും അതിരാവിലെ വലിയ വലിയ രാജാക്കന്മാരും വൈസ്രോയിമാരും അവരോടൊപ്പം ഒക്കെ ഇടപാടുണ്ടായിരുന്നു അദ്ദേഹത്തിന്. പക്ഷെ ആര് തൻ്റെ പൂജാവേളയിൽ വന്നാലും പൂജ പെട്ടെന്ന് അവസാനിപ്പിച്ചിട്ട് അദ്ദേഹം ഒരിക്കലും തൻ്റെ ബിസിനസ്സിന് വന്ന ആൾക്കാരെ കാണാൻ, കസ്റ്റമേഴ്സിനെ കാണാൻ, അവരെത്ര തന്നെ വലിയ ആൾക്കാരാണെങ്കിലും അവർക്ക് വേണ്ടി തൻ്റെ പൂജയെ ഇടയിൽ വെച്ചിട്ട് മുടക്കില്ല, അഡ്ജസ്റ്റ് ചെയ്യില്ല. അവർ കാത്തിരിക്കും. മക്കളുടെയും മരുമക്കളുടെയൊക്കെ വിവാഹത്തിന് അദ്ദേഹം രത്നങ്ങളും വജ്രങ്ങളും കൊടുക്കുന്നതിൻ്റെ കൂടെ സുന്ദരമായ വെള്ളി കൊണ്ടുണ്ടാക്കിയ ഒരു തേരിൽ ശ്രീമദ് ഭഗവത്ഗീതയുടെ ഒരു കോപ്പി എപ്പോഴും സമ്മാനിക്കുമായിരുന്നു. അതിലൂടെ അദ്ദേഹത്തിൻ്റെ ഭാവന ഇതായിരുന്നു, എൻ്റെ മക്കളും മരുമക്കളും കുടുംബത്തിൽ വന്നു ചേരുന്നവരും അവരുടെ ജീവിതം ഗീതയ്ക്ക്, ജ്ഞാനത്തിന് അനുകൂലമായിരിക്കണം, ഈശ്വരോന്മുഖമായി ജീവിക്കണം. ആ ഉയർന്ന ലക്ഷ്യമായിരുന്നു അദ്ദേഹത്തിന്. വീട്ടിൽ എന്ത് ഫംഗ്ഷൻ നടന്നാലും, കല്യാണം ഉൾപ്പെടെ, അദ്ദേഹം ആ സമയത്ത് ഗുരുവിനെ വീട്ടിലേക്ക് ക്ഷണിക്കും.
എന്നിട്ടൊരു ആത്മീയ സത്സംഗമാക്കി മാറ്റുമായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിലെ എല്ലാ ലൗകിക ചടങ്ങുകളും. മറ്റ് വലിയ വലിയ ആൾക്കാരെല്ലാം കൂടുന്ന സദസ്സ്, കാരണം അദ്ദേഹം ഇത്രയും വലിയ ബിസിനസ്സുകാരനായിരുന്നതുകൊണ്ട് ആ സമയത്ത് രാജാക്കന്മാർ, ബ്രിട്ടീഷ് വൈസ്രോയിമാർ, അങ്ങനെ വലിയ വലിയ ആൾക്കാരുമായിട്ടായിരുന്നു ഇടപാട്. അദ്ദേഹത്തിൻ്റെ സൽക്കാര വേളകളിൽ അതുകൊണ്ട് വരുന്നതും അങ്ങനെയുള്ള വലിയ ആൾക്കാരാണ്. പക്ഷെ ഒരിക്കൽ പോലും അദ്ദേഹം സത്കാര വേളകളിൽ പറയണത് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ മദ്യം, അതേപോലെ സിഗരറ്റ്, ഇങ്ങനെയുള്ള യാതൊരു സാധനങ്ങളും കൊടുക്കില്ല. അദ്ദേഹത്തിൻ്റെ വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കുന്നവർ പറയും ദാദാ ലേഖരാജിൻ്റെ വിരുന്ന് സൽക്കാരം വിരസമായി പോയി എന്ന് തമാശയോടെ പറയും. അപ്പം അദ്ദേഹം ചോദിക്കുമായിരുന്നു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തിനെൻ്റെ ധാർമ്മിക മൂല്യങ്ങൾ ബലി കഴിക്കണം? നിങ്ങൾ നൽകുന്ന വെറും പേപ്പർ നോട്ടുകൾക്ക് വേണ്ടി ഞങ്ങൾ തിരിച്ചു നൽകുന്നത് ഇത്രയും വിലയുള്ള വജ്രമല്ലേ? അപ്പോൾ എങ്കിലും എല്ലാവർക്കും അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു. രാജാക്കന്മാർ തമ്മിൽ പറയുമായിരുന്നു, ഇദ്ദേഹം ലേഖരാജല്ല, ലക്കി രാജാണ്. ലക്കി രാജ് ബാബു എന്നാണ് എല്ലാവരും വിളിച്ചിരുന്നത്. ഈശ്വരനൊരു അബദ്ധം പറ്റി. യഥാർത്ഥത്തിൽ രാജാവ് ആകാനുള്ള ക്വാളിറ്റി എല്ലാം താങ്കളിലാണുള്ളത്, ഞങ്ങൾക്ക് രാജപദവി ഉണ്ടെന്നേ ഉള്ളൂ എന്ന് പോലും പറയുമായിരുന്നു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം, അദ്ദേഹത്തിൻ്റെ ലൗകിക ജീവിത ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ല ഭക്തൻ, സർവ്വ ദിവ്യ ഗുണങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ഭൗതികമായ വളരെ വലിയ കോടീശ്വരൻ, ബോംബെയിലും കൽക്കട്ടയിലും എല്ലാം വലിയ ബിസിനസ്. ആ സമയത്ത് രത്നവ്യാപാരികളുടെ പ്രസിഡൻ്റ് സ്ഥാനം അലങ്കരിച്ചിരുന്ന ഇന്ത്യയിൽ അത്ര വലിയ കോടീശ്വരൻ. പക്ഷെ ജീവിതം വളരെ സിമ്പിൾ, ലാളിത്യം നിറഞ്ഞത്. സമ്പാദിക്കുക. അദ്ദേഹത്തിന് 60 വയസ്സായപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി പറഞ്ഞു, ഇനി ബിസിനസ് വൈൻഡപ്പ് ചെയ്യാം, നമുക്ക് വാനപ്രസ്ഥം സ്വീകരിക്കാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയാം, 3-4 വർഷം കൂടി ഇപ്പോൾ ഉള്ളതിൻ്റെ ഇരട്ടി ധനവും കൂടി സമ്പാദിച്ചിട്ട് അതും കൂടി നമുക്ക് പാവപ്പെട്ടവർക്ക് ദാനം ചെയ്തിട്ട്, ലക്ഷ്യം അതായിരുന്നു അദ്ദേഹത്തിൻ്റെ, ദാനം ചെയ്യുക. സമ്പാദിച്ചതേ അതിന് വേണ്ടിയിട്ടായിരുന്നു. ദാനം ചെയ്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പക്ഷേ പറയാറുണ്ടല്ലോ, മനുഷ്യനൊന്ന് വിചാരിക്കും, പക്ഷേ ഈശ്വരൻ്റെ പദ്ധതി വേറെയാണ്. അതേപോലെ ഈ സംഭാഷണം നടന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ വലിയൊരു വഴിത്തിരിവിലേക്ക് തിരിഞ്ഞു. 3-4 വർഷം കൂടെ സമ്പാദിക്കണമെന്ന് പറഞ്ഞ ആളുടെ ജീവിതം അങ്ങനെ മാറി മറിഞ്ഞു. അതിലേറ്റവും പ്രധാനപ്പെട്ട സംഭവം ആരംഭിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അമ്മാവനോടൊപ്പം ചേർന്നായിരുന്നു അദ്ദേഹം ദാനധർമാദി കർമ്മങ്ങൾ ചെയ്തത്. പെട്ടെന്ന് അമ്മാവൻ മരിച്ചു. അപ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നില്ല അവിടെ. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മരണം അദ്ദേഹത്തിന് ദർശിക്കാൻ കഴിഞ്ഞു. ആത്മശക്തി എങ്ങനെ ശരീരത്തിൽ നിന്ന് വേർപെടുന്ന ലൈഫ് എനർജി പെരുവിരലിൽ നിന്ന് വിഡ്രോ ചെയ്ത് ഭ്രൂമധ്യത്തിലേക്ക് വരുന്നതും ഭ്രൂമധ്യത്തിൽ നിന്ന് ആത്മാവ് പുറത്തിറങ്ങുന്ന മരണമെന്ന അദൃശ്യമായ ദൃശ്യത്തിൻ്റെ ദർശനം അദ്ദേഹത്തിനുണ്ടായി. അതിനുശേഷം പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായ അനുഭൂതികളുടെ, ആത്മീയ അനുഭൂതികളുടെ, ആനന്ദഹർഷം നൽകുന്ന ദിവ്യ അനുഭൂതികളുടെ ഒരു സീരീസാണ് ഉണ്ടായത്. അതിൽ ആദ്യം അദ്ദേഹത്തിന് ലഭിച്ചത് ചതുർഭുജധാരിയായ വിഷ്ണുവിൻ്റെ ദർശനമാണ്. ഞാൻ വിഷ്ണുവാണ്, നീയും അതേപോലെ, തതത്വം. അതിൻ്റെ പിന്നാലെ കേദാർനാഥ്, ബദ്രീനാഥ്, എല്ലാ ദൃശ്യങ്ങളും സാക്ഷാത്കാര രൂപത്തിൽ കാണാൻ തുടങ്ങി. കാരണം അദ്ദേഹം വിഷ്ണു ഭക്തനായിരുന്നു. പക്ഷെ ആകെ അത്ഭുതമായി. വിഷ്ണു വന്നിട്ട് എന്നോട് പറയണം, നീ തന്നെയാണ് വിഷ്ണു. ഒന്നും മനസ്സിലായില്ല അദ്ദേഹത്തിന്. പതുക്കെ പതുക്കെ അദ്ദേഹം വളരെയധികം ഏകാന്തനാകാൻ തുടങ്ങി. തനിക്ക് കൂടുതൽ ഏകാഗിയായി. ഏകാന്തതയിലിരിക്കുമ്പോൾ, ഇടയിൽ പല സ്ഥലങ്ങളിലും ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് വളരെയധികം ആത്മീയ അനുഭവങ്ങളുടെ ദിവ്യാനുഭൂതികൾ ഒഴുകാൻ തുടങ്ങി.
പക്ഷെ ഒന്നിനെയും തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റണില്ല. ആരാ ഇത് തരുന്നത്? അദ്ദേഹത്തിന് സ്വന്തമായി 13ഓളം ഗുരുക്കന്മാരുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു, ഗുരുവിൽ നിന്നായിരിക്കും എനിക്ക് ഈ അനുഭൂതി ഉണ്ടാകണത്. ഒരു ദിവസം ഗുരുവിൻ്റെ സത്സംഗം വീട്ടിൽ നടക്കുമ്പോഴാണ് അദ്ദേഹത്തിനൊരു ദിവ്യാനുഭൂതി ഉണ്ടായത്. ശരീരത്തിൽ നിന്ന് ഒരു പ്രകാശം പോലെ താൻ പറന്നുയരുന്ന ഫീലിംഗ് ഉണ്ടായി. അപ്പോൾ ഗുരുവിനോട് വന്ന് ചോദിച്ചു. പക്ഷെ അപ്പോൾ ഗുരുവിന് ഒന്നും മനസ്സിലായില്ല. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഇതിൽ ഗുരുവിന് യാതൊരു പങ്കുമില്ല. ഈ ഗുരുക്കന്മാർക്കെല്ലാം ഉപരി ഒരു ഗുരുവുണ്ട്. പരമാത്മാവാണ് എനിക്ക് ഈ അനുഭവം തന്നുകൊണ്ടിരിക്കണേ എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. പക്ഷെ വ്യക്തമായില്ല ഒന്നും. വീണ്ടും അനുഭവങ്ങൾ തുടർന്നു. ഒരിക്കൽ അദ്ദേഹത്തിന് രണ്ടാമത് കിട്ടിയ ഒരു സാക്ഷാത്കാരം മഹാവിനാശത്തിൻ്റെ ദർശനമായിരുന്നു. അതിൽ അദ്ദേഹം കണ്ടു, രാഷ്ട്രങ്ങൾ രണ്ട് ചേരിയായിട്ട് തമ്മിൽ ബോംബ് വർഷിച്ച്, ആ സമയത്ത് അമേരിക്ക ജപ്പാനിൽ ബോംബിട്ട ആ യുദ്ധസമയത്ത് ബോംബ് വർഷിക്കാത്ത സമയത്ത് അദ്ദേഹത്തിന് ബോംബ് വീണ് അഗ്നിഗോളങ്ങളുണ്ടായി. രാജ്യങ്ങളുടെ സർവനാശം കണ്ടു. അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും എല്ലാം. പിന്നീട് ആഫ്രിക്ക, ഇന്ത്യ, ഏഷ്യൻ രാജ്യങ്ങളിൽ എങ്ങനെ പരിവർത്തനം നടക്കണം, അതിൽ പ്രകൃതിയുടെ താണ്ഡവം, മനുഷ്യനും മൃഗങ്ങളും പ്രാണന് വേണ്ടി കിടന്ന് പടഞ്ഞോടുക. പക്ഷെ 5 തത്വങ്ങളും ചേർന്നിട്ട് സമ്പൂർണ്ണ നാശീകരണം നടത്തുന്നത്. അവസാനം സാഗരപ്പരപ്പ് മാത്രം, ശ്മശാനമൂകത, ശവസംസ്കാരത്തിന് പോലും ആളില്ലാതെ ശവക്കുമ്പാരം. ഈ ദൃശ്യങ്ങൾ കണ്ട് പൊട്ടിക്കരഞ്ഞു അദ്ദേഹം. ഭഗവാനോട് പറഞ്ഞു, അല്ലേ ഭഗവാനെ, ഇനി എനിക്ക് നിൻ്റെ സുന്ദര രൂപം കാണിച്ചു തരൂ, മതി നിർത്ത്. ജീവിതത്തിൽ ഒരിക്കലും കരഞ്ഞിട്ടില്ലാത്ത അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. പിന്നീട് അദ്ദേഹത്തിന് ജീവിതത്തിൽ വീണ്ടും അദ്ദേഹം കൂടുതൽ അന്തർമുഖിയാക്കാൻ തുടങ്ങി. ചിന്തനം തുടങ്ങി, ആരാണ് എനിക്ക് ഈ അനുഭവം തരുന്നത്? അവസാനം ആ ദിവസം വന്നു. അദ്ദേഹം ഒരു ഗുരുവിനെ ക്ഷണിച്ച് വരുത്തിയിട്ട് വീട്ടിൽ വിളിച്ചിട്ട്, കാരണം അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആത്മീയ അനുഭൂതികളുടെ ഒരു പൂർണ്ണ വിവരം എനിക്ക് ഗുരുവിൽ നിന്ന് ലഭിക്കുമെന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് വീട്ടിലൊരു വലിയ സത്സംഗം അറേഞ്ച് ചെയ്തു. വളരെയധികം പൈസ ചിലവാക്കി. ആ സത്സംഗത്തിൽ ഗുരുവും എല്ലാവരും ശിഷ്യഗണങ്ങളും എല്ലാം വന്നിട്ടുണ്ട് വീട്ടിൽ. അദ്ദേഹവും ഫ്രണ്ടിലിരിക്കുകയാണ്. സത്സംഗം ആരംഭിച്ചതും പെട്ടെന്ന് അദ്ദേഹം എഴുന്നേറ്റ് പോയി. അദ്ദേഹം റൂമിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ, കാരണം കുറേ ദിവസങ്ങളായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ മാറ്റങ്ങൾ കുടുംബാംഗങ്ങളെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആദ്യം അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി കൂടെ പോയി, യശോദ മാതാവ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മരുമകൾ ബ്രിജീന്ദ്ര എന്നാണ്, രാധിക എന്നായിരുന്നു ആദ്യകാലത്തെ പേര്. പിന്നീട് യജ്ഞത്തിൽ ബ്രിജീന്ദ്ര എന്ന പേരിട്ടു. ബ്രിജീന്ദ്ര ദാദി അനുഭവം ഇത്ര വ്യക്തമായിട്ട് പങ്കുവച്ചത്, ദാദി പറഞ്ഞത്, ഞാനും പിന്നാലെ പോയി. അമ്മ, ഞാൻ ചെന്ന് അച്ഛനോടൊപ്പം റൂമിലിരുന്നു. അപ്പം അമ്മ വീണ്ടും തിരിച്ച് സത്സംഗത്തിലേക്ക് വന്നിരുന്നു. പക്ഷേ ആ റൂമിൽ തന്നെ ഇരിക്കാൻ തോന്നി എനിക്ക്. ഞാൻ അവിടെ ഇരുന്നു. അല്പനിമിഷങ്ങൾക്കുള്ളിൽ ഞാൻ കണ്ട അനുഭവം, ദീദി അതിനെക്കുറിച്ച് ദാദി പറഞ്ഞത്, ഇന്നും എനിക്കെൻ്റെ കണ്ണിൽ നിന്ന് ആ ദൃശ്യം മാറിയിട്ടില്ല. ഞാൻ അവിടെ കണ്ട ദൃശ്യങ്ങളും ശബ്ദങ്ങളും ഒരിക്കലും എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തതായിരുന്നു. മുറി മുഴുവൻ ഒരു ചുവന്ന പ്രകാശം. ബാബയെ നോക്കുന്ന സമയത്ത് ബാബയുടെ ഉള്ളിൽ നിന്നൊരു വെളിച്ചം വരികയാണ്. ഇരു കണ്ണുകളും ഗോളം പോലെ ആ പ്രകാശം പുറത്തേക്ക് ഒഴുകുകയാണ്. എനിക്കെൻ്റെ ശരീരത്തിൻ്റെ ഭാരം പോയി. ഞാനൊരു പ്രകാശം പോലെ ഭാരരഹിത അവസ്ഥയിൽ മുകളിലേക്ക് ഉയർന്നിരിക്കുകയാണ്, അല്പം പോലും ഭാരമില്ലാതെ. അപ്പോഴേക്കും ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കുകയാണ്. ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട്, എനിക്കറിയുന്നുണ്ട് അത് ബാബയുടെ മുഖത്തു നിന്നാണ് വരണത്. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ സ്വരമായിരുന്നില്ല, ശബ്ദമായിരുന്നില്ല. ആ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. ആ ശബ്ദം ആദ്യം വളരെ ശാന്തമായിരുന്നു, പിന്നീട് പതുക്കെ പതുക്കെ ശബ്ദമുയർന്നു. പക്ഷേ വളരെ ഗംഭീരതയാർന്നതായിരുന്നു, ഭയഭക്തി ജനിപ്പിക്കുന്നതായിരുന്നു, ആദരവുണ്ടാക്കുന്നതായിരുന്നു.
ആ ശബ്ദം ഇപ്രകാരമായിരുന്നു: നിജാനന്ദ സ്വരൂപം ശിവോഹം ശിവോഹം, പ്രകാശസ്വരൂപം ശിവോഹം ശിവോഹം, ജ്ഞാനസ്വരൂപം ശിവോഹം ശിവോഹം, നിജാനന്ദസ്വരൂപം, ജ്ഞാനസ്വരൂപം, പ്രകാശസ്വരൂപം. ഞാൻ ആനന്ദസ്വരൂപനായ ശിവനാണ്, ജ്ഞാനസ്വരൂപനായ ശിവനാണ് ഞാൻ, പ്രകാശസ്വരൂപമായ ശിവനാണ് ഞാൻ. അല്പനിമിഷങ്ങൾക്ക് ശേഷം ശബ്ദം നിന്നു. ആ വെളിച്ചം അപ്രത്യക്ഷമായി. ദാദിക്ക് തൻ്റെ ശരീരത്തിൻ്റെ ഭാരം ഫീൽ ചെയ്തു. മരുമകളാണ്. കണ്ണ് തുറക്കാണ് ബാബ. കണ്ണ് തുറന്നിട്ട് ചോദിക്കും, നീ എന്താ കണ്ടത് എന്ന് ചോദിക്കും. അതാരായിരുന്നു, എന്തായിരുന്നു? അപ്പോൾ ദാദി തിരിച്ച് ബാബയോട് ചോദിക്കും, അങ്ങേക്ക് എന്താ പറ്റിയേ, എന്താ ഞാനിവിടെ കണ്ടപ്പോൾ? അദ്ദേഹം പറഞ്ഞു, അതൊരു വെളിച്ചമായിരുന്നു, അതൊരു ശക്തിയായിരുന്നു, അതൊരു ലോകമായിരുന്നു. ആ ലോകത്തിന് മുകളിൽ ഞാനൊരു ജ്യോതിയെ കണ്ടു, പ്രകാശത്തെ കണ്ടു. അതിൻ്റെ താഴെ നിറയെ പ്രകാശമായിരുന്നു. അത് വേറൊരു ലോകമായിരുന്നു. അവിടെ നിന്ന് ഓരോ പ്രകാശം നക്ഷത്രം പോലെ ഭൂമിയിലേക്ക് വരുന്നത് കണ്ടു. ആ ഒരു നക്ഷത്രം ഭൂമിയിൽ വന്നപ്പോൾ ഒരു നക്ഷത്രം രാജകുമാരനാകുന്നു, ഒരു നക്ഷത്രം രാജകുമാരിയാകുന്നു. എന്നിട്ട് ആ പരമപ്രകാശം എന്നോട് ആജ്ഞാപിക്കുകയാണ്, ഇതുപോലുള്ളൊരു രാജ്യത്തിൻ്റെ സ്ഥാപനയ്ക്ക്, ദേവലോകത്തിൻ്റെ സ്ഥാപനയ്ക്ക് നിമിത്തമാക്കണം. എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ എങ്ങനെ ആ രാജ്യം സ്ഥാപിക്കും. അപ്പം മരുമകൾ താൻ കണ്ട കാഴ്ച പറയും. അങ്ങനെ രാധിക എന്ന മരുമകൾ ഈ മുഴുവൻ ലോക ചരിത്രത്തിലെ ഏറ്റവും സർവശ്രേഷ്ഠമായ ഒരു മാനവന് ഈ ഭൂമിയിൽ ദർശിക്കാൻ കഴിയുന്ന ഏറ്റവും സർവശ്രേഷ്ഠ ദർശനം, പരമേശ്വര ദർശനം, ഭൂമിയിലേക്ക് പരംപിതാ പരമാത്മാ ദിവ്യാവതരണം ചെയ്ത ദർശനത്തിന് സാക്ഷ്യം വഹിച്ച കണ്ണുകളാണത്. അതിനുശേഷം ബ്രഹ്മബാബയ്ക്ക് പതുക്കെ പതുക്കെ സാക്ഷാത്കാരങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യാനും സ്വയം പരമാത്മാ തൻ്റെ പരിചയം നൽകി. കുടുംബാംഗങ്ങൾക്ക് ഓരോരുത്തർക്കുമായിട്ട് ദർശനങ്ങൾ കിട്ടി. കേവലം ബാബയ്ക്കല്ല, പത്നിക്ക്, മക്കൾക്ക്, മരുമക്കൾക്ക്. പിന്നീട് പതുക്കെ വീട്ടിൽ തന്നെ ഈശ്വരീയ സത്സംഗം ആരംഭിച്ചു. സ്വയം പരമാത്മാ ശിവപരമാത്മാ ബ്രഹ്മബാബയുടെ ഭ്രൂമധ്യത്തിലിരുന്ന് ആ മുഖകമലത്തിലൂടെ ജ്ഞാനം പറയാൻ തുടങ്ങി. അതിൽ ബാബ നമ്മളിരുന്ന് പഠിക്കുന്നത് പോലെ, നിങ്ങളിരുന്ന് ഓരോരുത്തരും കേൾക്കുന്നത് പോലെ ബ്രഹ്മബാബ സ്വയം പഠിക്കാൻ തുടങ്ങി. താനൊരാത്മാവാണെന്നും തൻ്റെ 84 ജന്മങ്ങളെക്കുറിച്ചും പരമാത്മാ പരമപ്രകാശമാണെന്നും പരംധാമ നിവാസിയാണെന്നും ഇത് കൽപ്പാന്ത്യകാലമാണെന്നും സത്യുഗത്തിൻ്റെ പ്രഭാതം പുലരാൻ പോവാണ്. ആ സത്യുഗ പ്രഭാതത്തെയാണ് താൻ സ്വർഗമായിട്ട് കണ്ടത്. അവിടേക്ക് പോകാൻ സ്വയം തയ്യാറാകണം, എല്ലാവരെയും തയ്യാറാക്കണം. അതിനു വേണ്ടിയിട്ട് ഈശ്വരീയ ജ്ഞാന യജ്ഞം സ്ഥാപിക്കാൻ പരമാത്മാവിൻ്റെ ആദേശം ലഭിച്ചു. അങ്ങനെ സ്വന്തം ശരീരത്തെ ആദ്യം സമർപ്പിച്ചു പരമാത്മ സേവനത്തിന്. പിന്നാലെ തൻ്റെ കോടികളുടെ സർവ്വസമ്പത്തും കുടുംബസമേതം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെയാണ്, യശോദാ ഭവനം എന്ന ബംഗ്ലാവിൽ തന്നെയാണ് ഈ ഈശ്വരീയ യജ്ഞം ആരംഭിക്കുന്നത്. ആരംഭത്തിൽ ഓം മണ്ഡലി എന്നാണ് അറിയപ്പെട്ടത്. കാരണം എന്നും സത്സംഗം ആരംഭിക്കുമ്പോൾ ബ്രഹ്മബാബ ഗദ്ദിയിലിരിക്കും. ആ സമയത്ത് ഓം ധ്വനി മുഴക്കും ആദ്യം. ആ ഓമിൽ തന്നെ എല്ലാവർക്കും, സത്സംഗത്തിലിരിക്കുന്നവർക്ക് ഞാനൊരു ഓമാണ്, ഞാനൊരാത്മാവാണെന്ന അനുഭവം ഉണ്ടാക്കും. അനേകർക്ക് ബ്രഹ്മബാബയുടെ നെറ്റിത്തലത്തിൽ പരംജ്യോതിയുടെ പരമാത്മാവിൻ്റെ ദർശനം ഉണ്ടായിട്ടുണ്ട്, ശ്രീകൃഷ്ണൻ്റെ ദർശനം ഉണ്ടായിട്ടുണ്ട്, സ്വർഗത്തിൻ്റെ ദർശനം ഉണ്ടായിട്ടുണ്ട്. ആദിയിൽ സത്സംഗത്തിൽ ആൾക്കാർ 100 കണക്കിന് പേര് ഒഴുകി വന്നതേ ഓം ബാബയുടെ അടുത്ത് പോയ, ഓം മണ്ഡലിയിൽ പോയ സ്വർഗത്തിൻ്റെ ദർശനം കാണാം, വിഷ്ണുവിൻ്റെ ദർശനം കാണാം, കൃഷ്ണൻ്റെ ദർശനം കാണാം. അങ്ങനെ സാക്ഷാത്കാരം കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരുന്നത്. പിന്നെ പതുക്കെ പതുക്കെയാണ് ജ്ഞാനം സ്പഷ്ടമായത്. അങ്ങനെ ഈശ്വരീയ യജ്ഞത്തിൻ്റെ ആരംഭം.
അങ്ങനെ ശരീരവും മനസ്സും ധനവും പരമാത്മ സേവനത്തിൽ സമർപ്പിച്ചുകൊണ്ട് സ്വയം ഭഗവാൻ നൽകിയ നാമമാണ് ബ്രഹ്മ. എല്ലാവരും സ്നേഹത്തോടെ ബ്രഹ്മ ബാബ എന്ന് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ സ്വയം ശിവപരമാത്മാ ബ്രഹ്മ ബാബയിലൂടെ നൽകിയ, ബ്രഹ്മ ബാബയ്ക്കും ബ്രഹ്മ ബാബയിലൂടെ മുഴുവൻ വിശ്വത്തിന് ഒഴുക്കി തന്ന ആ ഈശ്വരീയ ജ്ഞാനമാണ് ജ്ഞാനമുരളി. ആദിയിൽ തുടക്കത്തിലുള്ളവർക്കത് ഡയറക്റ്റ് കേൾക്കാമായിരുന്നു. ബ്രഹ്മബാബയെ ഒരു ഈശ്വരീയ വിദ്യാർത്ഥിയായി പഠിച്ചു, കേട്ടു, അഭ്യസിച്ചു. ശിവബാബയെ ഓർമ്മിക്കുകയും ഓരോ മഹവാക്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ അഭ്യസിച്ച് കാണിച്ചു. കാരണം ശിവബാബ ഭഗവാനാണ്. പക്ഷേ ഭഗവാൻ ഈ ഭൂമിയിൽ വന്ന് നമ്മളെപ്പോലെ ജനിക്കില്ലല്ലോ. പക്ഷേ ഭഗവാൻ നൽകിയ ജ്ഞാനം അതേപോലെ ജീവിച്ച് കാണിച്ചു ബ്രഹ്മബാബ. അതായത് ഈശ്വരൻ ഈ ഭൂമിയിൽ ജീവിക്കണേ എങ്ങനെയുണ്ടാവും, അത് അതേപോലെ ജ്ഞാനമുരളി തൻ്റെ ജീവിതത്തിൽ ജീവിച്ച് കാണിക്കുകയാണ് ബ്രഹ്മബാബ ചെയ്തത്. അപ്പം നമ്മളീ കേട്ടുകൊണ്ടിരിക്കുന്ന ജ്ഞാനം മുഴുവൻ അങ്ങനെ ഭഗവാൻ ഒഴുക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അതാണിനി ഈ സായാഹ്ന സത്സംഗം പൂർത്തിയായി കഴിഞ്ഞ് പലരും ചോദിച്ചിരുന്നു, അയ്യോ സത്സംഗം തീരുകയാണോ, വിഷമമുണ്ട്. എന്തിനാ വിഷമിക്കണേ? ഇനിയാണ് നിങ്ങൾ സന്തോഷിക്കാൻ പോണേ. കാരണം ഇനി പ്രഭാത സത്സംഗത്തിൽ നമ്മളെല്ലാവരും കേൾക്കാൻ പോകുന്നത് സ്വയം ഭഗവാൻ നൽകുന്ന ആ ജ്ഞാനമുരളി ഗീതമാണ്. ഏതൊരു ജ്ഞാനമുരളിയാണോ ബ്രഹ്മബാബയുടെ ജീവിതത്തെ, ബാബയുടെ കുടുംബം, നൂറുകണക്കിന് കുടുംബം, ഇന്ന് ഈ 5 ഭൂഖണ്ഡങ്ങളിലും ലക്ഷക്കണക്കിന് കുടുംബാംഗങ്ങളുടെ ജീവിതത്തിൽ ആത്മീയമായ പരിവർത്തനമുണ്ടാക്കിയത്, ജീവിതത്തെ സദോഗുണിയാക്കിക്കൊണ്ടിരിക്കുന്നത്, സിസ്റ്ററും ദിവസവും പഠിക്കുന്നത്, ഡെയിലി പ്രഭാതത്തിൽ നമ്മളെല്ലാവരും ബാബയുടെ മുന്നിൽ വിദ്യാർത്ഥികളാണ്. ഭഗവാൻ നൽകുന്ന മഹാവാക്യമാണ് നമ്മളെല്ലാവരും കേൾക്കുന്നത്. അതാണ് ജ്ഞാനമുരളി. ആ ജ്ഞാനമുരളിയിൽ നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഉണ്ടാവും. നിങ്ങൾക്കിനി അനുഭവമാകും. നിങ്ങൾ എന്ത് മനസ്സിൽ ചോദ്യമോ ആശയക്കുഴപ്പമോ അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ജീവിതത്തിൽ വിഘ്നം വന്ന ഈ സിറ്റുവേഷൻ ഞാൻ എന്ത് ചെയ്യണം, എല്ലാത്തിനുമുള്ള ഉത്തരം പരമാത്മാവിൽ നിന്ന് ലഭിക്കും. നമുക്ക് ആരോടും ചോദിക്കേണ്ടി വരില്ല, ആരോടും. ഇപ്പോൾ പിന്നെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിലിടും. പക്ഷേ ഭഗവാന്റെ മഹാവാക്യം മുരളി കേൾക്കാൻ തുടങ്ങിയ എന്ത് നമ്മൾ തലേദിവസം വിചാരിച്ചോ അതിനുള്ള ഉത്തരം നമുക്ക് അടുത്ത ദിവസം ഭഗവാന്റെ മഹാവാക്യത്തിൽ കേൾക്കാൻ പറ്റും. എല്ലാറ്റിനുമുള്ള നമ്മുടെ ടോട്ടൽ ജീവിതത്തിൽ രാവിലെ കണ്ണ് തുറക്കുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ എന്ത് ചിന്തിക്കണം, എങ്ങനെ ചിന്തിക്കണം, എന്ത് കഴിക്കണം, എങ്ങനെ കഴിക്കണം, എങ്ങനെ ഭക്ഷണം ഉണ്ടാക്കണം, എങ്ങനെ പെരുമാറണം, ഓരോരോ ചുവടുകളിൽ നമ്മുടെ ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ കാര്യങ്ങൾക്ക് വരെയുള്ള ശ്രീമതം നിർദ്ദേശം ഭഗവാന്റെ മുരളിയിൽ കിട്ടും. വളരെയധികം ഭഗവാന്റെ വാണിംഗ്, മുന്നറിയിപ്പുകൾ ജീവിതത്തെക്കുറിച്ച് നൽകും. മുരളിക്ക് 2 സൈഡുണ്ട്. ചില വാണിംഗും നൽകും, അതിനോടൊപ്പം തന്നെ ഭഗവാൻ ചില പ്രാക്ടീസുകളും പറയും. വാണിംഗ് എന്തിനാ? നമ്മളെ അവെയറാക്കാൻ. എന്താണ് നാളുകൾ? ആ വാണിംഗ് ഭയപ്പെടുത്താനല്ല, നാളുകൾ ഇന്നതാണ്, അതുകൊണ്ട് നിങ്ങളിങ്ങനെ ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്തോളൂ. ആ ഡയറക്ഷൻ തന്നുകൊണ്ടിരിക്കും. പിന്നെ പരമാത്മാവിൻ്റെ മുരളിയിൽ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മുരളി കേൾക്കുന്ന സമയത്ത് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഓരോരോ ഭഗവാന്റെ മധുര മഹാവാക്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ രാവിലെ ദിവസവും 7 മണി തൊട്ട് 8 മണി വരെ പരമാത്മാവിൻ്റെ മഹാവാക്യങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റും. ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ നമുക്ക് ഇനി നിങ്ങൾ ജോലിക്ക് വേണ്ടിയോ എന്ത് കാര്യാർത്ഥം ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും രാവിലെ 7 തൊട്ട് 8 മണി വരെ എന്ന് പറഞ്ഞാൽ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ നിത്യ സത്സംഗം ഉണ്ടാവും. ഏത് ശാഖയിൽ പോയാലും. ഇപ്പോൾ നിങ്ങൾക്ക് യാത്രയൊക്കെ ചെയ്യാൻ തുടങ്ങാൻ കഴിഞ്ഞാൽ ഈ കൊറോണയുടെ പ്രശ്നങ്ങളൊന്നുമില്ല, ട്രാവൽ ചെയ്യാൻ പറ്റണേ നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഏതാണോ ഈശ്വരീയ സേവാ കേന്ദ്രം രാജയോഗ മെഡിറ്റേഷൻ സെൻറ്റർ ഉള്ളത്, അവിടെ പോയാൽ നിങ്ങൾക്ക് നേരിട്ട് അവിടെ ഇരുന്ന് ഈശ്വരൻ്റെ മഹാവാക്യങ്ങൾ കേൾക്കാം. അനിൽ ഭായ്, അപ്പോൾ ഭഗവാന്റെ ആ മധുര മഹാവാക്യങ്ങൾ നമുക്ക്
ആ മഹവാക്യങ്ങൾക്കുള്ളിൽ 4 വിഷയങ്ങളുണ്ട്. ജ്ഞാനമുണ്ട്, യോഗമുണ്ട്, ധാരണയുണ്ട്, സേവനങ്ങളുമുണ്ട്. ഈ 4 വിഷയങ്ങളും മുരളിയിലൂടെ ബാബ നമുക്ക് പഠിപ്പിച്ചു തരും. ശരിക്കും പറഞ്ഞാൽ മുരളി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണോ ജാമ്പവൻ ഹനുമാനെ സ്മൃതി ഉണർത്തി കൊടുക്കണത്. ഹനുമാനൊന്നും പഠിപ്പിച്ചു കൊടുക്കുകയല്ല, മറന്നത് ഓർമ്മിപ്പിച്ചു കൊടുക്കുക തൻ്റെ ശക്തികളെ. അതേപോലെ നമുക്കും ഭഗവാൻ ഓർമ്മിപ്പിച്ചു തരികയാണ് മുരളിയിലൂടെ, അല്ലേ? മക്കളെ, നിങ്ങൾ ഈ ദേഹമല്ല, ആത്മാവാണ്. പരമാത്മ നിങ്ങളുടെ അച്ഛനാണ് ഞാൻ. ഓരോ പോയിൻറ്റും ഭഗവാൻ നമുക്ക് ഓർമ്മിപ്പിച്ച് തരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓരോ ദിവസവും നമ്മുടെ കർമ്മത്തെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച്, അച്ഛനായും ടീച്ചറായും ഗുരുവായിട്ടും ബാബ 3 സംബന്ധങ്ങളും നിറവേറ്റും. മുരളിയിൽ നമുക്ക് ബാബയുടെ ഈ 3 റോളും കാണാം. അച്ഛനായിട്ട് എന്ത് ചെയ്യും? പാലന തരും. മുരളി ആരംഭിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? മധുരമായ മക്കളെ, ഡെയിലി മധുരമായ കുട്ടികളെ എന്ന് വിളിക്കാൻ നമ്മുടെ ഈ ശരീരത്തിന് ജന്മം തന്ന അച്ഛൻ പോലും അമ്മ പോലും ഡെയിലി നമ്മളെ ആരെങ്കിലും മധുരമായ മക്കളെ എന്ന് വിളിക്കുമോ? അതും ചിലപ്പോൾ കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ മക്കളെ എന്ന് വിളിക്കുമായിരിക്കും. പക്ഷെ മധുരമായ മക്കളെ എന്ന് ആര് വിളിക്കും? കാരണം നമ്മുടെ സ്വഭാവമൊക്കെ മധുരമൊന്നും അല്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും വിളിക്കാൻ പറ്റില്ല. പല കയ്പും നല്ലതും കെട്ടതും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഇനി 90 വയസ്സായാലും 100 വയസ്സ് ശരീരത്തിനായാലും മധുരമായ മക്കളെ എന്ന് വിളിക്കാൻ ഒരേ ഒരു പരമേശ്വരന് മാത്രമേ കഴിയൂ. അങ്ങനെയുള്ള ഈശ്വരീയ പാലന നിങ്ങൾക്ക് നിത്യസത്സംഗം കേൾക്കുമ്പോൾ ഫീൽ ചെയ്യും. പിന്നെ ശിക്ഷണങ്ങൾ, ടീച്ചറായിട്ടുള്ള പഠിപ്പ്. ഈ മുഴുവൻ ലോകത്തിൽ നമുക്ക് എവിടെയും എത്ര ലക്ഷം കൊടുത്താലും ഒരു സ്ഥലത്തുനിന്നും കിട്ടാത്ത പഠനം. മുഴുവൻ സൃഷ്ടിയുടെ ആദിമധ്യാന്ത്യ രഹസ്യം, നമ്മുടെ തന്നെ ജീവിതം, അല്ലേ? മുഴുവൻ ലോകത്തിൻ്റെ ചരിത്രം, സർവധർമ്മങ്ങളെക്കുറിച്ചും എല്ലാം, എന്തൊക്കെ കൺഫ്യൂഷൻസ് നമ്മുടെ ജീവിതത്തിലുണ്ടായിരുന്ന എല്ലാം, ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന പഠിപ്പ്. ജീവിതത്തിൻ്റെ ഉപജീവനത്തിനുള്ള സമ്പാദ്യത്തിൻ്റെ പഠിപ്പാണ് നമുക്ക് സ്കൂൾ കോളേജിൽ നിന്ന് കിട്ടിയത്. പക്ഷെ ജീവിതം എങ്ങനെ ജീവിക്കണം, ആ പഠിപ്പാണ് ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഗുരുവായിട്ട് ചുവടുകളിൽ വഴി കാണിച്ചു തരും. ഇതെല്ലാം നമുക്ക് മുരളിയിലൂടെ കേൾക്കാം. പിന്നെ ജ്ഞാനത്തിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് ഡെയിലി ഇനി ജ്ഞാനമുരളി കേൾക്കുമ്പോൾ മനസ്സിലാക്കാം. ജ്ഞാനം ബാബ നൽകുമ്പോൾ അതിൽ ട്യൂഷനും ഇൻട്യൂഷനും നമുക്ക് കാണാം. ജ്ഞാനമുരളി നമുക്ക് നിത്യേന പഠിക്കണം. എന്താ കാരണം? ബാബ മുരളി പറയുമ്പോൾ നമ്മൾ ശ്രവിക്കണം, ശ്രദ്ധയോടെ ശ്രവിക്കണം. മുരളിക്കിലെ മെയിൻ പോയിൻറ്റ്സുകൾ നോട്ട് ചെയ്യണം. ബുദ്ധിയിലേക്കും അത് പോകും, ഉള്ളിലേക്ക് എടുക്കണം. എടുത്തതിന് ശേഷം ഇൻട്യൂഷൻ, എന്തകത്തേക്കെടുത്തോ അതകത്ത് ചവച്ചരച്ച് കഴിച്ച് അത് നമ്മുടെ ജീവിതമാക്കണം. എന്നിട്ടത് സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെയല്ലേ, കഴിച്ചാൽ മാത്രം പോരല്ലോ, ദഹിക്കണം. ദഹിച്ചാലേ അതിന്ന്, അല്ലേ, എനർജി എക്സ്ട്രാക്റ്റ് ആക്കുക. എനർജിയാണ് നമുക്ക് യൂസ് ആവുന്നത്. അതേപോലെ ബാബയുടെ മുരളി നമ്മൾ കേൾക്കുമ്പോൾ അത് ട്യൂഷനായി, പിന്നെ അത് ഇൻട്യൂഷനായിട്ട് നമുക്ക് മാറണം. നമുക്ക് രാവിലെ മുതൽ വൈകുന്നവർ, രാവിലെ 1 മണിക്കൂറാണ് പഠനം, പ്രഭാതത്തിലെ 7 to 8. അതിനുശേഷമുള്ള 23 മണിക്കൂർ നമുക്ക് ജീവിതത്തിൽ വരുന്ന ഓരോ സമസ്യയിലും, ഓരോ വിഘ്നങ്ങളിലും, ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും, ഓരോ വ്യക്തികളോടൊപ്പം നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഓരോ കാര്യത്തിനുമുള്ള ഡയറക്ഷൻ. ഈ സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്യണം, ഈ സാഹചര്യത്തിൽ ഞാൻ എന്ത് പറയണം, ഇതിനുള്ള പരമാത്മ ഡയറക്ഷൻ എന്താണ്, അത് നമുക്ക് സ്മൃതി ഉണർന്ന് വരും. ഉണരണം, ഉപയോഗിക്കണം. അങ്ങനെ നമ്മൾ ഉപയോഗിച്ച് മുന്നോട്ട് പോകണം. അതിനാണ് ഭഗവാൻ നമ്മളെ പഠിപ്പിക്കണം. അല്ല നമ്മളെ പണ്ഡിറ്റാക്കാനല്ല പഠിപ്പിക്കണം ഭഗവാൻ. കുറേ അറിവ് പകർന്ന് തന്ന് ഇപ്പോൾ ഈ 1 മാസം കൊണ്ട് നമ്മൾ പണ്ഡിതരാകാനല്ലല്ലോ പഠിച്ചുകൊണ്ടിരിക്കണം. കാരണം ഭഗവാന്റെ മുരളിയിൽ നിങ്ങൾക്ക് മനസ്സിലാകും, നമുക്ക് തലയിൽ വെക്കാൻ കുറേ ജ്ഞാനം പറഞ്ഞു തരികയല്ല ഈശ്വരൻ. കാണാതെ പഠിക്കാനും അല്ല, മാർക്ക് വാങ്ങാനുമല്ല. എന്തിനാണ്? ജീവിതത്തിൽ വരുന്ന പരീക്ഷകൾ ജയിക്കാൻ, ബോർഡ് എക്സാം എഴുതാനല്ല. പിന്നെയോ സ്വന്തം ജീവിതത്തിൽ വരുന്ന പരീക്ഷകൾ, വിഘ്നങ്ങൾ, കയറ്റിറക്കങ്ങൾ, നിന്ദ, സ്തുതി, മാനം, അപമാനം, ജയപരാജയങ്ങൾ, ഇങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെങ്ങനെ ജയിക്കണം, ഫസ്റ്റ് ക്ലാസ്സിൽ എങ്ങനെ ജയിക്കണം, ഫുൾ A+ ജയിക്കാനുള്ള പഠിപ്പാണ് ഭഗവാൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ജീവിതയാത്രയിൽ ജയിക്കാൻ നമ്മളെവിടെ ജീവിക്കുന്നു അതാണ് നമ്മുടെ പരീക്ഷാ ഹാള്.
അവിടെ നമ്മുടെ ജീവിതത്തിൽ രാവിലെ മുതൽ വരുന്ന ഓരോ പരിതസ്ഥിതികളുമാണ് നമുക്കുള്ള പരീക്ഷകൾ. ചിലത് പരിതസ്ഥിതികളാണ്, ചിലത് വിഘ്നങ്ങളാണ്, അല്ലേ? അവിടെ നമുക്കുള്ള ഉത്തരങ്ങളാണ് നമുക്ക് ഭഗവാൻ തരുന്നത്. ചോദ്യവും ഉത്തരവും നേരത്തെ തന്നെ ഭഗവാൻ തരാണ്. ഉദാഹരണത്തിന് ജ്ഞാനത്തിൽ ഭഗവാൻ എപ്പോഴും നമ്മളോട് പറയും, മക്കളെ നിങ്ങൾ ജ്ഞാനീത്തു ആത്മാവാകണം, ജ്ഞാനത്തെ ഉപയോഗിച്ച് ജീവിക്കുന്നവരാകണം. ഈ ജ്ഞാനം കേൾക്കാനും കേട്ടിട്ട് ഇത് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാൻ മാത്രമുള്ളതല്ല. ജ്ഞാനത്തെ ഉപയോഗിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദ എംബോഡിമെൻറ്റ് ഓഫ് നോളേജ്, ജ്ഞാനത്തിൻ്റെ പ്രതിരൂപമായി നമ്മൾ മാറുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉദാഹരണത്തിന് നമ്മൾ ഫസ്റ്റ് കേട്ടു ഞാനൊരാത്മാവാണ്, ദേഹമല്ല ദേഹിയാണ്. രണ്ടാമത് നമ്മൾ എന്തറിഞ്ഞു? ഞാൻ ശാന്തസ്വരൂപാത്മാവാണ്. ഓം ശാന്തി എന്നല്ലേ നമ്മൾ പറയാം. ഭഗവാൻ പറയണത്, ഇന്നലെ മെഞ്ഞാന്നും കൂടെ ഭഗവാന്റെ മഹാവാക്യത്തിൽ ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ വെറുതെ ഓം ശാന്തി ഓം ശാന്തി എന്ന് പറയാൻ പാടില്ല. കാരണം ഇത് പറയാനുള്ളതല്ല. ഓം എന്നാൽ ഞാനാണ്. ഓം ശാന്തി എന്ന് പറഞ്ഞാൽ ഞാൻ ശാന്തനായിരിക്കണം, ശാന്തിയുടെ സ്വരൂപമാകണം. ഞാൻ ശാന്തനാണെന്നത് പറയാനുള്ള സാധനമല്ല, പിന്നെയോ എൻ്റെ പ്രവൃത്തിയിൽ രാവിലെ മുതൽ വൈകുന്നത് വരെ കാണപ്പെടണം. എൻ്റെ കാഴ്ചപ്പാട്, അശാന്തിയുടെ നടുവിലും ഞാൻ ശാന്തനായിരിക്കണം. എൻ്റെ വാക്കിലും പെരുമാറ്റത്തിലും ഓരോ സിറ്റുവേഷനിലും മറ്റുള്ളവർ അശാന്തരാകുമ്പോഴും എനിക്കെങ്ങനെ ശാന്തരായിട്ടിരിക്കാം? ശാന്തിയുടെ ശക്തിയെ ഉപയോഗിക്കുക. ഭഗവാൻ ഇതാ പറയണേ. അതാണ് എംബോഡിമെൻ്റ് ആക്കുക. അതേപോലെ മറ്റൊരു ഉദാഹരണം, ഭഗവാൻ എപ്പോഴും പറയും, നിങ്ങൾ മാസ്റ്റർ സർവശക്തിവാനാണ്, ഞാൻ സർവശക്തനാണ്, എൻ്റെ മക്കളാണ് നിങ്ങൾ. ഏറ്റവും വലിയ ഓമന പേര് ഭഗവാൻ നമുക്ക് തന്ന ടൈറ്റിലാണ് മാസ്റ്റർ സർവശക്തിവാൻ. എന്നാലോചിച്ച് നോക്കൂ, ഈശ്വരൻ്റെ കുട്ടിയാണ് നിങ്ങൾ, സർവശക്തൻ്റെ കുട്ടി. ഞാൻ സർവശക്തൻ്റെ കുട്ടിയാണ് സർവശക്തൻ്റെ കുട്ടിയാണെന്ന് ഉരുവിട്ടതുകൊണ്ട് മാത്രമാവില്ല. പിന്നെന്ത് ചെയ്യണം? ശക്തികളെ ഉപയോഗിക്കണം. എപ്പോൾ? എൻ്റെ മുന്നിൽ സാഹചര്യങ്ങൾ വരുമ്പോൾ, വിപരീതമായ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ സർവശക്തിവാൻ്റെ കുട്ടി എങ്ങനെ അഷ്ടശക്തികളെ ഉപയോഗിക്കുന്ന, സഹിക്കുന്നത്, ക്ഷമിക്കുന്നത്, അഡ്ജസ്റ്റ് ചെയ്യുന്നത്, അഭിമുഖീകരിക്കുന്നത്, നല്ല തീരുമാനം എടുക്കുന്നത്, നല്ല തിരിച്ചറിയുന്നത്, അല്ലേ? ഈ അഷ്ടശക്തികളെ സമയത്ത് കാര്യങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ എന്ത് പറയാം? സർവശക്തിവാൻ്റെ കുട്ടിയാണ്. അപ്പോഴാണ് എന്ത് പറയുക? ജ്ഞാനി തു ആത്മാവ്. കാരണം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് രണ്ട് തരത്തിൽ ജീവിക്കാം. ഒന്നി ബോഡി കോൺഷ്യസ് ലൈഫ്, അല്ലെങ്കിൽ സോൾ കോൺഷ്യസ് ലൈഫ്. ദേഹബോധത്തിൽ ജീവിക്കാം, അല്ലേ? ആത്മബോധത്തിൽ ജീവിക്കാം. ദേഹബോധത്തിൽ ജീവിക്കുമ്പോൾ ദേഹബോധത്തിൻ്റെ പെട്ടിയിലുള്ള സാധനമെല്ലാം പുറത്ത് വരും. അതെന്താണ്? നമ്മൾ കണ്ടതാ, അല്ലേ? വികാരങ്ങളും, അല്ലേ? ദുർവികാരവും ദുർബലതകളും എല്ലാ സാധനങ്ങളും പുറത്ത് വരും. ആത്മബോധത്തിൽ ജീവിക്കുമ്പോൾ ആത്മബോധത്തിൻ്റെ സൂട്ട് കേസിൽ എന്തൊക്കെ സാധനമുണ്ടോ അതൊക്കെ പുറത്ത് വരും. ഈ സൂട്ട് കേസിൽ എന്താ ഉള്ളത്? ആത്മബോധത്തിൽ ഗുണങ്ങളും ശക്തികളും, അല്ലേ? ജ്ഞാനം. അപ്പോൾ ആ ജ്ഞാനം വിവേകമായിട്ട് മാറണം. അതാണ് നോളജ്, വിസ്ഡം. ഈ രണ്ട് വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഭഗവാൻ മുരളിയിലൂടെ ജ്ഞാനം തരും. ആ സത്യജ്ഞാനത്തെ നമ്മൾ കാര്യങ്ങളിൽ എവിടെ എങ്ങനെ ഉപയോഗിക്കണമോ, എവിടെ ഞാൻ എങ്ങനെ പെരുമാറണം, വ്യക്തി, സമയം, സന്ദർഭം, സാഹചര്യങ്ങൾക്കനുസരിച്ച് യുക്തിയുക്തമായിട്ട് അതിനെ ഉപയോഗിക്കുമ്പോൾ എന്ത് പറയാം? വ്യക്തി വിവേകശാലിയാണ്. അപ്പം ജ്ഞാനം വിസ്ഡമായിട്ട് മാറണം. ജ്ഞാനം മുരളിയിലൂടെ കിട്ടും. അതിനെ വിസ്ഡമാക്കി മാറ്റേണ്ടത് പശു കിടന്നിട്ട് കണ്ടില്ലേ, പതുക്കെ പതുക്കെ കഴിക്കുമ്പോൾ എല്ലാം കൂടെ കഴിക്കും, പിന്നെ അയവിറക്കിയിട്ട് അല്ല ആസ്വദിക്കുന്നത് പോലെ നമുക്ക് ഈ ജ്ഞാനത്തെ നമ്മുടെ ഉള്ളിലേക്ക് എടുത്തിട്ട് ഇതിനെക്കുറിച്ച് ചിന്തനം ചെയ്ത് മനനം ചെയ്ത് ഭഗവാൻ ഈ പറഞ്ഞ കാര്യം എനിക്ക് എങ്ങനെ ആപ്ലിക്കബിളാണ്, ഞാനിതെങ്ങനെയാണ് ചെയ്യേണ്ടത്, ബാബ പറഞ്ഞു ഞാനിതെങ്ങനെ ചെയ്യും. അപ്പം ഉദാഹരണത്തിന് ഇന്നത്തെ ഭഗവാന്റെ മഹാവാക്യത്തിൽ, ഇന്നത്തെ പ്രഭാത സത്സംഗത്തിൽ ഭഗവാൻ പറഞ്ഞ എന്താണെന്നറിയോ? മക്കളെ, നിങ്ങൾക്ക് മുഴുവൻ വിശ്വത്തെ പ്രതി മംഗളഭാവന ഉണ്ടായിരിക്കണം. എല്ലാവരോടും മംഗളഭാവന. സർവരെ പ്രതിയും നിങ്ങൾ ശുഭചിന്തകരായിരിക്കണം. അതാണ് നിങ്ങൾ എടുക്കേണ്ട ഏറ്റവും വലിയ പ്രയത്നമെന്നാണ് പറഞ്ഞ ഭഗവാൻ. അപ്പോഴാണ് നിങ്ങളെ പ്രയത്നശീലരെന്ന് പറയുക. അപ്പോൾ ഭാവം, ഭാവന നിങ്ങളുടെ ഇങ്ങനെയായിരിക്കണം.
വിശ്വമംഗളഭാവന, സർവരെ പ്രതിയും ശുഭചിന്തക ഭാവം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര വലിയൊരു ഹോംവർക്കാണ്. രാവിലെ മുതൽ വൈകുന്നത് വരെ ആരെ ഞാൻ ഓർമ്മിച്ചാലും ആരെ നേരിട്ട് കണ്ടാലും ഇടപഴകിയാലും ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സർവരുടെയും മംഗളത്തിനുള്ളതായിരിക്കണം, ചിന്ത മുതലല്ല. പിന്നെ ആരോടൊപ്പമാണെങ്കിലും, എന്നിട്ട് ഭഗവാൻ ഇതും കൂടെ അണ്ടർലൈൻ ചെയ്തു തന്നു. മക്കളെ, നിങ്ങളുടെ അടുത്ത് ഇടപഴകാൻ വന്ന ഒരാൾ, അവർ നിങ്ങൾക്ക് പലതവണ ഉപദ്രവിച്ചവരാണ്, പലതവണ നിങ്ങൾക്ക് വിഘ്നം ഉണ്ടാക്കിയവരാണ്, പലതരത്തിൽ നിങ്ങളെ ദ്രോഹിച്ചവരാണെങ്കിൽ പോലും അവർ നിങ്ങളുടെ മുന്നിൽ വരുമ്പോഴോ അല്ലെങ്കിൽ അവരോടൊപ്പം നിങ്ങൾക്ക് വ്യവഹരിക്കേണ്ടി വരുമ്പോഴോ അപ്പോഴും നിങ്ങളുടെ ഭാവന മാറരുത്. അപ്പോഴും നിങ്ങളുടേത് മംഗളഭാവനയായിരിക്കണം. സംഭവങ്ങളെ കണ്ടിട്ട് നിങ്ങളുടെ ഭാവന മാറല്ലേ, അപ്പോഴും മംഗളഭാവന. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്രകാരമാണ് ബാബ മുരളിയിലൂടെ നമുക്ക് ജ്ഞാനത്തിൻ്റെ രത്നങ്ങൾ നമ്മുടെ കൈകളിലേക്ക് തരണം. ഇത്ര മൂല്യമുള്ള രത്നങ്ങളാണ് തരണം. ഓരോരോ വാക്കും ലക്ഷ്യങ്ങളെക്കാൾ മൂല്യമുള്ളതാണ്, ഓരോ വാക്കും. ഇനി നിങ്ങൾ മുരളി കേട്ട് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും. അത് സിസ്റ്റർ പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യമല്ല. കാരണം ഭഗവാന്റെ മുരളി നിങ്ങൾ കേട്ട് തന്നെ നോക്കണം. പക്ഷേ മുരളി കേൾക്കാൻ ആരംഭിക്കുമ്പോൾ ആദ്യമൊന്നും ബാബയുടെ മുരളി അത്ര വേഗം നമുക്ക് മനസ്സിലാവില്ല. കാരണം പല പോയിൻറ്റും ബാബ നമുക്ക് ആവർത്തിച്ച് പറഞ്ഞുതരും. ലോകത്തൊരു മനുഷ്യന് എത്ര കോടികൾ നമ്മൾ ഫീസ് കൊടുത്താലും ഇത്രയും തവണ റിപ്പീറ്റ് ചെയ്യില്ല. ഇങ്ങനൊരു ടീച്ചറിനെ ഒരിക്കലും കിട്ടില്ല. അത്ര തവണ റിപ്പീറ്റ് ചെയ്യണം. കാരണം നമ്മൾ ചെയ്യുന്നില്ലേ. അത് കാരണം ബാബയ്ക്ക് ഒരു ബോറടിയില്ല. മുരളി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത്ര തവണയാണ് പറയുക. കാരണം എന്താ, നമ്മൾ മക്കളേക്ക് അതിലൂടെ അതിലൂടെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണേ. ഇവിടേക്കെടുത്ത് നമ്മൾ എംബോഡിമെൻ്റ് ആകും വരയ്ക്കും, ജ്ഞാനീത്തു ആത്മാക്കളായി മാറുന്ന വരയ്ക്കും ബാബ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. ഇത്രയും ക്ഷമയോട് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനെ നമുക്ക് ലോകത്തിലെവിടെയും കാണാൻ പറ്റില്ല. പിന്നെ നമുക്ക് ബാബയുടെ പഠിപ്പ് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മുരളി കേൾക്കുമ്പോൾ മനസ്സിലാക്കും. ബാബ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കും, മക്കളെ, മരണം തൊട്ട് മേലെയുണ്ട്, തലയ്ക്ക് മേലെ. സൃഷ്ടിയുടെ മഹാവിനാശം തൊട്ടരിക്കേണ്ട, കലിയുഗം മാറാൻ പോവാണ്, മഹാവിനാശ പ്രക്രിയ. ഇതൊക്കെ പറയുന്നത് പേടിപ്പിക്കാനല്ല. ബാബ ഭാവിയെക്കുറിച്ചുള്ള പ്രഡിക്ഷൻസ് എന്താണ്, ഫ്യൂച്ചർ ക്ലിയർ ആക്കി തരും. എന്തിനാ? ഭയപ്പെടുത്താനല്ല. ഭാവിക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ട തയ്യാറെടുപ്പുകൾ, പ്രാക്ടീസ് എന്തൊക്കെയാണ്, അത് നമുക്ക് ബാബ ഓർമ്മിപ്പിച്ച് തരികയാണ്. മുരളി നമുക്ക് കേൾക്കും തോറും നമ്മുടെ ഉള്ളിൽ ചില പോയിൻറ്റുകൾ നമുക്കുള്ളിൽ വയ്ക്കാം. കാരണം മുരളിക്ക് 2 ഭാഗം ഉണ്ടാവും. ഒന്ന് പരമാർത്ഥം, മറ്റൊന്ന് വ്യവഹാരം. 2 തലമാണ്. ബാബ അൾട്ടിമേറ്റ് ട്രൂത്താണ് പറഞ്ഞുതരുക. പക്ഷേ അതിനൊരു വ്യാവഹാരിക തലമുണ്ട്. അതായത് നിത്യജീവിതത്തിൽ ആത്മാവി ശരീരത്തിലാണ് ഇരിക്കുന്നത്, കളിക്കളത്തിൽ. അപ്പം കളിക്കളത്തിലിരിക്കുമ്പോൾ നിങ്ങളെങ്ങനെ കളി കളിക്കണം, ജീവിക്കുമ്പോൾ എങ്ങനെ ജീവിക്കണം, പ്രാക്ടിക്കൽ ലൈഫ്. പക്ഷേ അതിനോടൊപ്പം ഭഗവാൻ പറയുകയും ചെയ്യും, നിങ്ങളുടെ അൾട്ടിമേറ്റ് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്തായിരിക്കണം. കാരണം ഇവിടുന്ന് പോകുമ്പോൾ എങ്ങനെ പോകണം, കറയില്ലാത്ത വജ്രമായി പോകണം. അതിനുവേണ്ടി എന്തൊക്കെ തയ്യാറെടുപ്പ് ചെയ്യണം. 2 കാര്യങ്ങളും പറഞ്ഞു വന്നുകൊണ്ടിരിക്കും, പരമാർത്ഥവും വ്യവഹാരം. അത് ഡീറ്റെയിൽഡായിട്ട് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. ഇനി രണ്ടാമത്തെ നമ്മുടെ വിഷയമാണ് യോഗം. എന്തിനാ ജ്ഞാനം കേൾക്കണേ? ഡെയിലി മുരളി എന്തിനാ കേൾക്കുന്നത്? നിത്യസത്സംഗത്തിൻ്റെ ആവശ്യകത എന്താണ്? ഭഗവാൻ എന്തിനാ പഠിപ്പിക്കണേ ഡെയിലി എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഒറ്റ ഉത്തരേ ഉള്ളൂ, യോഗത്തിന്. യോഗം ചെയ്യണമെങ്കിൽ ജ്ഞാനം വേണം. ആത്മാവായി എനിക്ക് പരമാത്മാവിനും ഈശ്വരനുമായി യോഗം വയ്ക്കണമെങ്കിൽ നിത്യസത്സംഗം ആവശ്യമാണ്. അറിയാമല്ലോ, ഭക്തിയിൽ പോലും നോക്കൂ, കുളിക്കാതെ നമുക്ക് ദർശനത്തിന് പോകാൻ പറ്റില്ല ഭഗവാനെ, അല്ലേ? അമ്പലത്തിൽ പോവുക എന്ന് പറഞ്ഞാൽ തന്നെ ആദ്യം നമ്മൾ എന്താ ചെയ്യുക? കുളി. ജ്ഞാനസ്നാനം അതേപോലെ. ജ്ഞാനസ്നാനം ചെയ്യാതെ നമുക്ക് ഭഗവത് ദർശനം കിട്ടില്ല. യഥാർത്ഥത്തിൽ ഈ ജ്ഞാനസ്നാനമാണ് അവിടെ കുളി. ഏതമ്പലത്തിലും ഒരു കുളം ഉണ്ടാവുമല്ലോ, കുളത്തിൽ പോയി കുളിച്ച് കൈകാല് കഴുകാതെ നമ്മൾ ദർശനം ചെയ്യില്ലല്ലോ. ഇപ്പോഴല്ലേ നമുക്ക് മനസ്സിലാക്കണേ, ജ്ഞാനസ്നാനം ഏറ്റവും പ്രധാനമാണ്. ജ്ഞാനത്തിലൂടെ യോഗം കിട്ടുകയുള്ളൂ. കാരണം എന്താ? ജ്ഞാനത്തിലൂടെ ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുക, കുഞ്ഞെ നീ ആരാണ്? ഈ ദേഹമല്ല, ദേഹിയാണ് കുഞ്ഞെ, എൻ്റെ കുട്ടിയാണ് കുഞ്ഞെ നീ.
ഭഗവാന്റെ സന്താനമാണ് കുട്ടി. ഇത് കളിക്കളമാണ് കുട്ടി. സ്മൃതി ഉണർത്തി തരിക. കാരണം നമുക്ക് വിസ്മൃതിയിലേക്ക് പോയി. അതുകൊണ്ടാണ് ജാമ്പവാനാണെന്ന് പറഞ്ഞത്. ഓർമ്മിപ്പിക്കണം ബാബ, പരംധാമമാണ് മക്കളെ നിങ്ങളുടെ വീട്. നിങ്ങളിവിടെ നാടകം കളിക്കാൻ വന്നിട്ട് ഒരു കൽപ്പമായി. നാടകം പൂർത്തിയാക്കുകയാണ് മക്കളെ. ഇത് കൽപ്പാന്ത്യ വേളയാണ് മക്കളെ. ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ സമയമായി. ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നിരിക്കുകയാണ്. ഇപ്രകാരം ബാബ നിത്യേന ഓർമ്മിപ്പിച്ച് നമ്മളെ കൊണ്ട് ഓർമ്മിക്കാൻ പഠിപ്പിക്കാൻ. അതുകൊണ്ട് ഡെയിലി മുരളിയിലൊരു വാക്ക് നിങ്ങൾ കേൾക്കും, ഓർമ്മിക്കൂ. എന്തോർമ്മിക്കണം? ഭഗവാൻ എന്തോർമ്മിപ്പിച്ച് തരുന്നോ അത് നമുക്ക് ഓർമ്മിക്കണം. ഭഗവാൻ പറയുന്ന ജ്ഞാനത്തെ അനുഭൂതിയോടെ സ്മരിക്കുന്നതിൻ്റെ പേരാണ് യോഗം. ഒന്നുണ്ട് കേൾവി. മുരളി കേട്ടുകൊണ്ടിരിക്കാൻ നമുക്ക്, അത് ശ്രോതാവാണ്. ശ്രവണം മാത്രമേ നടക്കൂ. ശ്രവണത്തിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്താണ്? മനനം. എന്ത് കേൾക്കുന്നുവോ, ആത്മാവിനെക്കുറിച്ച് ഭഗവാൻ പറഞ്ഞു, ഞാനൊരു ആത്മാവാണെന്ന് അറിഞ്ഞു, അത് അറിവ് മാത്രമാണ്. ഇനി അറിഞ്ഞതിനെക്കുറിച്ച് ഞാൻ മനനം ചെയ്യണം. ദേഹം വേറെ, ദേഹിയായ ഞാൻ വേറെ. നമ്മൾ ദിവസവും മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അങ്ങനെയല്ല ചെയ്യണേ. എന്ത് ക്ലാസ് കേട്ടോ അതിൻ്റെ പോയിന്റുകൾ മനനം ചെയ്ത് ചിന്തനം ചെയ്ത് പിന്നെ ഞാനൊരു ആത്മാവാണെന്ന അനുഭൂതി എനിക്കുണ്ടാവേണ്ടതാ. ബാബയ്ക്ക് ജ്ഞാനം തരാനേ പറ്റൂ. അത് മനനമാക്കി ചിന്തനമാക്കി അനുഭൂതിയാക്കേണ്ടതാരാണ്? അവരവരാണ്. അതുകൊണ്ട് ജ്ഞാനത്തിൻ്റെ ആവശ്യകത യോഗത്തിനാണ്. ഇനി യോഗത്തിലൂടെ നമുക്ക് പല പ്രാക്ടീസുകളും മെഡിറ്റേഷന് വേണ്ടി ഭഗവാൻ നമ്മളോട് പറയുന്നുണ്ട്. ഒന്ന്, ഞാൻ വേറെ, ഈ ദേഹം വേറെ, വേറിടാനുള്ള അനുഭവം, വേറിട്ടിരിക്കുന്ന അനുഭൂതി. മറ്റൊന്ന് ബാബ പറയും, അശരീരിയാക്കാനുള്ള പ്രാക്ടീസ് ചെയ്യും. ശരീരത്തിലിരിക്കെ തന്നെ ഞാൻ വേറെ, ദേഹം വേറെ. മൂന്നാമത്തത് സദോ ഗുണങ്ങളുടെ പ്രാക്ടീസ്, സദോ ഗുണങ്ങളുടെ അനുഭൂതിക്കുള്ള യോഗം. അടുത്ത 4 നമുക്ക് ചെയ്യാൻ ഭഗവാൻ പറയും, ഫരിസ്ത, ഈ ശരീരത്തിൻ്റെ ഭാരമില്ലാത്ത, ഭാരരഹിതമായ മനസ്സും ഭാരരഹിതമായ ശരീരവും. ഉത്തരവാദിത്വങ്ങളുടെ ഭാരമില്ലാതെ കർമ്മം ചെയ്യാം, മാലാഖാസ്ഥിതി എന്ന് പറയും. പിന്നെ ഭഗവാൻ പറയും, ബിന്ദു രൂപ അഭ്യസിക്കും. നിങ്ങളൊരു ബിന്ദുവാണ്, ഞാനും ഒരു ബിന്ദുവാണ്. എല്ലാത്തിനും, നാടകത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ഒരു ബിന്ദു ഇട്ടിട്ട് നിങ്ങൾ ബിന്ദു ഓടി വന്ന് എൻ്റെ അടുത്തിരുന്നോളൂ. ബിന്ദു രൂപത്തിൽ, ബീജരൂപത്തിൽ. ഇപ്രകാരം പറയാറുണ്ട് ഭഗവാൻ. ഇടയ്ക്ക് പറയും ഭഗവാൻ, മക്കളെ സ്വദർശന ചക്രം കറക്കും. നിങ്ങൾ നിങ്ങളെ കാണും. എവിടുന്ന്? യാത്ര. ഒരു ട്രാവലേഴ്സായിട്ട് സഞ്ചരിക്കും. നിങ്ങൾ യാത്രികരായി പരംധാമത്തിൽ വീട്ടിലിരുന്നത്, അവിടുന്ന് സത്യയുഗത്തിൽ ഇറങ്ങി വന്നത്, സത്യയുഗം കഴിഞ്ഞിട്ട് ത്രേതായുഗത്തിലേക്ക് വന്നത് അല്ലേ, അവിടുത്തെ ദൈവിക ജീവിതം. ദ്വാപരയുഗം മുതൽ നമ്മൾ പതുക്കെ പതുക്കെ രാവണ രാജ്യത്തിലേക്ക് വന്നത്, കലിയുഗം, കലിയുഗത്തിൻ്റെ അന്തിമം അല്ലേ, ഇപ്പം സംഗമം, സംഗമത്തിൽ വീണ്ടും ഭഗവാനോടൊപ്പം സംഗമിച്ചിരിക്കണു അല്ലേ. ഇപ്പം നമുക്ക് വീണ്ടും ഭഗവാൻ ശൂദ്രൻ എന്നൊരു ബ്രാഹ്മണ ജീവിതം തന്നു. ബ്രാഹ്മണനിൽ നിന്ന് വീണ്ടും നമ്മൾ മാലാഖ ജീവിതത്തിലേക്ക്, പവിത്ര ജീവിതത്തിലേക്ക് മാറണു. പവിത്രമായി കഴിഞ്ഞാൽ വീണ്ടും ഈ ശരീരത്തിൽ നിന്ന് വിട്ട് നമ്മളെവിടെ പോകും? വീട്ടിലേക്ക് പോകും. വീട്ടിൽ നിന്ന് വീണ്ടും എവിടേക്ക് ഇറങ്ങി വരും? സത്യയുഗത്തിലേക്ക് ഇറങ്ങി വരും അല്ലേ. ഈ യാത്ര ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കാൻ പറയും ബാബ. അപ്പം നമുക്ക് നല്ല നമ്മുടെ എലിവേറ്റഡ് കോൺഷ്യസ്നെസ് ഉണ്ടാക്കിയെടുക്കാൻ, ആ ഉയർന്ന സ്ഥിതിയിൽ നമുക്ക് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് ആ ഗ്രേറ്റ് ഫീലിംഗ് ഗ്രേറ്റ് എന്ന അവസ്ഥ, നല്ല അനുഭൂതി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഭഗവാൻ ഇങ്ങനെ പറയും. ഏതെങ്കിലും അഭ്യാസങ്ങൾ മാറി മാറി ചെയ്യുക. കാരണം മനുഷ്യനെപ്പോഴും വെറൈറ്റി അല്ല ഇഷ്ടം. അല്ല ഞാനൊരു ബിന്ദുവാണ്, പരമാത്മാ ബിന്ദുവിനെ ഓർമ്മിച്ചുകൊണ്ട് എപ്പോഴും അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. ബിന്ദുവിനെ ഓർമ്മിച്ചുകൊണ്ട്. അപ്പോൾ വെറൈറ്റി നമുക്ക് വേണം. അതുകൊണ്ട് മെഡിറ്റേഷൻ തന്നെ നമുക്ക് പലതരത്തിൽ ഇപ്രകാരം ചെയ്യാൻ പറ്റും. ഇവിടുന്ന് നമുക്ക് പരംധാമത്തിലേക്ക് പോയിരുന്നിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് വരുന്നത് പോലെ നമുക്ക് ചെയ്യാം അല്ലേ. പലതരത്തിലുള്ള പ്രാക്ടീസുകൾ നമ്മൾ ഡെയിലി മുന്നോട്ട് പോകുമ്പോൾ ഇനി ചെയ്യാൻ പറ്റും. കൂടുതൽ ഡീറ്റെയിൽസ് അപ്പോഴും മനസ്സിലാക്കാനും പറ്റും. ചിലർ പറയും മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അയ്യോ എനിക്ക് നെറ്റിയിൽ വേദന വരണു, ഇവിടെ കാണാൻ പറ്റുന്നില്ല ആത്മാവിനെ, തലയൊക്കെ വേദനിക്കുന്നു. യഥാർത്ഥത്തിൽ ഇത് നെറ്റിയിലേക്ക് നോക്കാനോ തലയിലേക്ക് നോക്കാനോ ഒന്നുമില്ല. നെറ്റിത്തടത്തിൻ്റെ ഉള്ളിൽ മസ്തിഷ്കത്തിൻ്റെ
മധ്യത്തിൽ ഡ്രൈവർ ആത്മാവ് ഞാൻ ഇരിക്കുന്നു എന്നതൊരു അവെയർനെസ്, ഒരു ബോധം മാത്രമാണ്. നമ്മുടെ സീറ്റ് ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. പക്ഷേ മെഡിറ്റേഷനിൽ കിട്ടുന്നത് എന്താ? ഇവിടേക്ക് നോക്കാൻ ശ്രമിക്കേണ്ട, തലയിലേക്ക് നോക്കാൻ ശ്രമിക്കേണ്ട, ഒന്നും വേണ്ട. ഞാൻ വേറെ, ദേഹം വേറെ, ഞാൻ വേറെ, ദേഹം വേറെ. ആ ബോധമാണ്. ആ ബോധത്തിലിരിക്കുമ്പോൾ ഞാനൊരാത്മാവാണെന്ന ആ ഭാരമില്ലാത്ത അവസ്ഥയാണ്. അല്ലാതെ ആത്മാവിനെ കാണാൻ പറ്റില്ലല്ലോ. പിന്നെ ഞാൻ ശാന്തി നിറഞ്ഞൊരാത്മാ, ശാന്തിയുടെ അനുഭൂതിയെ കിട്ടുക. ആ അനുഭൂതിയിൽ മുഴുകേണ്ട ആവശ്യം നമുക്കുള്ളൂ. അല്ലാതെ ഇവിടേക്ക് നോക്കാനും അങ്ങനെയുള്ള കഠിന പ്രയത്നങ്ങളൊന്നും നമുക്ക് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. അയ്യോ ഞാൻ ഇവിടെ വെളിച്ചത്തെ കണ്ടില്ല നെറ്റിയിൽ, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. കാണുന്ന വെളിച്ചവും അല്ലല്ലോ അത്. ആ വെളിച്ചത്തിൽ എന്താ ഉള്ളത്? ശക്തിയാണ്. ആ ശക്തിയുടെ വൈബ്രേഷൻ ഫീൽ ചെയ്യും. ശാന്തിയുടെ ഊർജം നമുക്ക് ഫീൽ ചെയ്യും. പരമാത്മാവിനെ അതേപോലെ, പരംധാമവും അതേപോലെ അല്ലേ. ആ സ്വർണ്ണ ചുവപ്പ് നിറം മാറുന്ന ലോകം നമ്മൾ മനസ്സിൽ കണ്ടിട്ടതിൻ്റെ അനുഭൂതി ചെയ്യുകയാണ് അല്ലേ. പിന്നെ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനം ചില സമയങ്ങൾ നമ്മൾ ഫിക്സ് ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ. ഇന്ന് മുതൽ നിങ്ങൾ തുടങ്ങിയിട്ടുണ്ട്, നമ്മൾ പലപ്പോഴായിട്ട് ഇന്ന് മുതൽ അത് നോട്ട് ചെയ്തോളൂ. നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റിയ ഏറ്റവും ഒന്നാന്തരം സമയം, ഫസ്റ്റ് ക്ലാസ്, അത് ഭഗവാൻ പറയണ മക്കളെ, അതിരാവിലത്തെ സമയം, ബ്രഹ്മമുഹൂർത്ത വേള. രാവിലെ 2 തൊട്ട് 5 മണി വരെയുള്ള സമയം ബ്രഹ്മമുഹൂർത്താണ്. 2 മണിക്ക് മുമ്പുള്ള സമയം, 5 മണിക്ക് ശേഷമുള്ള സമയം വേറെയാണ്. പക്ഷെ 2നും 5നും ഇടയിൽ അല്ലേ ഏറ്റവും സദോ പ്രധാനം. എങ്ങനെയാണോ സത്യയുഗം, നമ്മളൊരു കൽപ്പത്തിൽ സത്യത്രേതയുഗം സദോ പ്രധാനം എന്ന് പറയണം. അതേപോലെ ഒരു ദിവസത്തിൻ്റെ സദോ പ്രധാന വേളയാണ് 2 തൊട്ട് 5. അതിൽ ഏത് സമയത്ത് ബാബ 2 തൊട്ട് 5 മണി വരെയും ചെയ്യുമായിരുന്നു മെഡിറ്റേഷൻ. ബാബയുടെ ഇരുന്നുള്ള മെഡിറ്റേഷൻ്റെ വിശേഷ സമയം അതായിരുന്നു. പക്ഷേ നിങ്ങളെല്ലാവരും അതിന് 2 മണിക്ക് എഴുന്നേക്കണമെന്ന് പറയുകയല്ല. നമുക്ക് മിനിമം ഒരു 4 മണിക്ക് എഴുന്നേറ്റ് നമ്മൾ സംഘടിത രൂപത്തിൽ ബ്രഹ്മകുമാരീസ് ഈശ്വരീ വിശ്വവിദ്യാലയത്തിൽ ലക്ഷക്കണക്കിന് സഹോദരി സഹോദരന്മാർ രാവിലെ ഉണർന്ന് എഴുന്നേറ്റിരുന്ന് ധ്യാനം ചെയ്യുന്ന ഒരു സമയം രാവിലെ 4 തൊട്ട് 4:45 വരെയുള്ള സമയം ഗ്രൂപ്പായിട്ട് ചെയ്യണം. അതിന് മുമ്പ് നിങ്ങൾക്ക് 3:30 എഴുന്നേക്കാം, 2 മണിക്ക് എഴുന്നേക്കാം, അത് അവരവരുടെ വ്യക്തിപരമായ കാര്യം. പക്ഷേ രാവിലെ നേരത്തെ എഴുന്നേക്കണമെങ്കിൽ നമ്മൾ രാത്രി നേരത്തെ ഉറങ്ങുന്ന ശീലം വേണം. ഭഗവാൻ പറയണത് രാത്രി 10 മണിക്കുള്ളിൽ ഉറങ്ങും, എന്നാൽ നിങ്ങൾക്ക് 4 മണിക്ക് സുഖമായിട്ട് എഴുന്നേക്കാം. കാരണം ശരീരത്തിന് ആവശ്യത്തിന് റെസ്റ്റും വേണമല്ലോ. അതിനെ അമൃതവേള എന്നുള്ള വാക്കാണ് പറയാം. ബാബയുടെ മുരളിയിലെപ്പോഴും ബ്രഹ്മമുഹൂർത്തത്തിന് പകരം അമൃതവേള, അമൃതിന് തുല്യമായ സമയം. നിങ്ങൾ പലരും മെഡിറ്റേഷൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. രാവിലെ മെഡിറ്റേഷന് തുടക്കത്തിൽ നമുക്ക് സഹായത്തിന് വേണ്ടിയും നമുക്ക് എല്ലാവർക്കും ഒരേ സങ്കല്പത്തിലിരുന്ന് ചെയ്യുന്നതിന് വേണ്ടിയും മെഡിറ്റേഷൻ കമൻട്രികൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ടാകും. മുരളിയും അതേപോലെ മെഡിറ്റേഷനും ഇതെല്ലാം നമുക്ക് കിട്ടുന്നത് ശിവജ്യോതി ഭവൻ എന്നുള്ള നമ്മുടെ യൂട്യൂബ് ചാനലിലാണ്. അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത വെച്ചാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ ഇതിൻ്റെ കൂടൊപ്പം ലിങ്ക് പേസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾ സേവ് ചെയ്ത് വെച്ചാൽ മതി. നിങ്ങളുടെ ഫോണിൽ തന്നെ നോട്ടിഫിക്കേഷൻ വരും. മുരളിയുടെയും രാവിലെ ലിങ്ക് വരും, അതേപോലെ അമൃതവേളയിലെ മെഡിറ്റേഷൻ്റെയും വരും. അപ്പം നമുക്ക് ഡെയിലി കേൾക്കാം. പിന്നെ ഭഗവാൻ പറയുന്നത് രാവിലെ 7 തൊട്ട് 8 മണി വരെ പ്രഭാത മുരളി. പിന്നെ നമ്മൾ പകൽ സമയത്ത് കർമ്മയോഗികളാണ്. അതിൽ തന്നെ ഭഗവാൻ പറയുന്ന എല്ലാ 1 മണിക്കൂറിലും 1 മിനിറ്റ് സമയം എന്ത് ജോലി ചെയ്യുന്നോ അതൊന്ന് നിർത്തി വെച്ചിട്ട് പരമാത്മസ്മൃതിയിലിരിക്കും. അതിനെ ജസ്റ്റ് എ മിനിറ്റ് എന്നാ പറയാം, ജാം, 1 നിമിഷത്തെ ഓർമ്മ. ആ 1 നിമിഷം ആത്മസ്മൃതിയുടെ പ്രാക്ടീസ് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ 1 മിനിറ്റ് ഓടിപ്പോയി അച്ഛൻ്റെ അടുത്തൊന്ന് സൈലൻസ് വേൾഡിൽ പോയി ഇരുന്ന് വരാം. അല്ല, പലതരത്തിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ ഒന്ന് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ ട്രാഫിക് കൺട്രോൾ സമയം. അത് ഫസ്റ്റ് നമ്മൾ ആദ്യ സത്സംഗത്തിൻ്റെ ഡേയിൽ എല്ലാവർക്കും പറഞ്ഞു തന്നിരുന്നു. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. രാവിലെ 5:45, രാവിലെ 3:30 മുതൽ നമ്മൾ തുടങ്ങും. ഇവിടെ നിങ്ങൾക്ക് 5:45, രാവിലെ 7 മണി, 10:30, പിന്നെ 12, വൈകിട്ട് 5:30, 7:30, 9:30. ഈ സമയങ്ങളിലൊരു 3 മിനിറ്റ് സമയം നമ്മൾ എല്ലാ ജോലികളും നിർത്തി വെച്ചിട്ട് മനസ്സിൻ്റെ ട്രാഫിക്കിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനും ആത്മാനുഭൂതിയും പരമാത്മാനുഭൂതിക്കും വേണ്ടി എവിടെയാണോ അവിടെ നിന്നുകൊണ്ട്
എന്ത് ജോലി ചെയ്യുന്നോ അതൊന്ന് നിർത്തിവെച്ചിട്ട് അതൊരു ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന, ഇതൊക്കെ നമ്മൾ കൂട്ടായ്മയോട് ചെയ്യുന്നതാണ് കേട്ടോ. അതിനാണ് ഈ സമയം ഫിക്സ് ചെയ്ത് തന്നിരിക്കണം. ആ സമയത്ത് ലോകത്തിൽ എവിടെയാണെങ്കിലും എല്ലാവരും ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു സംഘടിത രൂപത്തിലുള്ള മെഡിറ്റേഷൻ്റെ എഫക്റ്റ് നമുക്കും ട്രാൻസ്ഫോർമേഷന് സഹായിക്കും, പരിവർത്തനത്തിന്, വിശ്വമംഗളത്തിനത് ഉപകാരപ്പെടും. പിന്നെ അടുത്ത മെഡിറ്റേഷൻ്റെ സമയം സംഘടിത രൂപത്തിൽ ചെയ്യാൻ ഭഗവാൻ ഫിക്സ് ചെയ്ത് തന്നിരിക്കുന്നത് വൈകുന്നേര സമയം, സന്ധ്യാവേളയാണ്. വൈകുന്നേരം 6:30 തൊട്ട് 7:30 വരെ. അപ്പോൾ ഈ സായാഹ്ന സത്സംഗത്തിന് ശേഷം പിന്നെ നമ്മൾ സത്സംഗം രാവിലെ കേൾക്കുമല്ലോ, മുരളി രാവിലെ കേട്ട് കഴിഞ്ഞ് സന്ധ്യാസമയം 6:30 തൊട്ട് 7:30 വരെ നമുക്ക് മെഡിറ്റേഷൻ്റെ ടൈമാണ്. അത് നിങ്ങൾക്ക് ശിവജ്യോതി ഭവനിൽ സന്ധ്യാ മെഡിറ്റേഷൻ, സന്ധ്യായോഗത്തിനുള്ള കമൻട്രികളും നല്ല നല്ല മ്യൂസിക്കും പാട്ടുകളും എല്ലാം മിക്സ് ചെയ്ത് 1 മണിക്കൂർ സന്ധ്യാവന്ദനത്തിനുള്ളത് കിട്ടും. കുടുംബസമേതമായിട്ടിരുന്ന് രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിലെ ധ്യാനവും സന്ധ്യാവന്ദനവും കുടുംബത്തിലെല്ലാവരും ഒരുമിച്ചിരുന്ന് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഫസ്റ്റ് ക്ലാസ്. നമ്മുടെ വീടിൻ്റെ അന്തരീക്ഷമേ മാറിക്കിട്ടും. നമ്മുടെ അനേക വിഘ്നങ്ങൾ വഴിമാറാൻ നല്ല പോസിറ്റീവ് എനർജി നമുക്ക് നമ്മുടെ ഉള്ളിലും നമ്മുടെ മനസ്സിലും ശരീരത്തിലും വീട്ടിലും നമ്മുടെ ചുറ്റുപാടുള്ളവർക്ക് പോലും അതിൻ്റെ വൈബ്രേഷൻ കിട്ടും. കാരണം ലക്ഷക്കണക്കിന് പേര് ഒരുമിച്ചിരുന്ന് മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ലാഭം എടുക്കൂ. പിന്നെ കൂടാതെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഓർമ്മയിലുണ്ടാക്കും. കഴിക്കുന്നതിന് മുമ്പ് എപ്പോഴും മിനിമം 1 മിനിറ്റ് സമയമെങ്കിലും, കഴിയുമെങ്കിൽ 2 മിനിറ്റ് എടുക്കാം, 1 മിനിറ്റ് സമയമെങ്കിലും ഭക്ഷണത്തിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് പരമാത്മാവിനെ സ്മരിച്ച് ഈശ്വരനോട് നന്ദി പറയുക. ഭക്ഷണം ഉണ്ടാക്കാൻ സഹായിച്ച എല്ലാവരോടും നന്ദി പറയുക. പരമാത്മാവിൻ്റെ കിരണങ്ങൾ ആ ഭക്ഷണത്തിൽ നിറഞ്ഞ് അത് സദോപ്രധാന പ്രസാദമായി മാറുന്നത് മനസ്സിലൊരു നിമിഷം വിചാരിച്ചിട്ട്, ഭഗവാനെ ഇതുപോലെ അന്നം എല്ലാവർക്കും കിട്ടട്ടെ 3 നേരവും കഴിക്കാൻ, ആ ശുഭസങ്കല്പത്തോടെ കഴിക്കുന്നതിന് മുമ്പ്. അതുപോലെ 1 ഗ്ലാസ് വെള്ളം കുടിക്കുകയാണെങ്കിലും 1 സെക്കൻഡെങ്കിലും ഒരു ശുഭചിന്ത ആ വെള്ളത്തിൽ, പരമാത്മസ്മൃതിയിൽ, ഭഗവാന്റെ കിരണങ്ങൾ കൊണ്ട് ഇത് അമൃതാണ് ഞാൻ കുടിക്കണം, പുണ്യാഹമാണിത്, തീർത്ഥമാണിത്. അതിനെയാണ് തീർത്ഥം എന്ന് പറയണത്. 1 നിമിഷമെങ്കിലും ഈശ്വര സ്മൃതിയിൽ സമർപ്പിച്ചിട്ട് കുടിക്കുമ്പോൾ എന്തായി, ആ വെള്ളത്തിൻ്റെ ക്രിസ്റ്റൽ ഘടന തന്നെ മാറും. ഇത് സയൻറ്റിഫിക്കലി തെളിയിക്കപ്പെട്ട വസ്തുതയാണ്. ശുഭചിന്തകൾക്ക് വെള്ളത്തിൻ്റെ ഘടനയെ മാറ്റാൻ കഴിവുണ്ട്. പിന്നെ കിടക്കുന്നതിന് മുമ്പ് ഗുഡ് നൈറ്റ് മെഡിറ്റേഷൻ അതെല്ലാവരും ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും ലാസ്റ്റിൽ 1/2 മണിക്കൂർ സമയം കഴിയുമെങ്കിൽ ഈശ്വരനോടൊപ്പം ചിലവാക്കുക. അതിൽ ആദ്യത്തെ 15 മിനിറ്റ് മുരളി ഒന്നും കൂടെ റിവിഷൻ, രാവിലെ കേട്ട മുരളി ഒന്നും കൂടെ റിവിഷൻ ചെയ്യുക. ലാസ്റ്റ് 15 മിനിറ്റിൽ 5 മിനിറ്റ് നമ്മൾ നമ്മുടെ ചാർട്ട് ബാബയ്ക്ക് രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള നമ്മുടെ പ്ലസ്സും മൈനസും ബാബയ്ക്ക് എഴുതി വയ്ക്കുക. എന്ത് ഹൃദയം തുറന്ന് എഴുതണമോ എഴുതാം. അതിനുശേഷം നമ്മുടെ പ്രോഗ്രസ്സിൻ്റെ ചാർട്ടുകൾ നോട്ട് ചെയ്യുക. ഡെയിലി നോക്കണം എനിക്ക് എന്ത് പ്രോഗ്രസ് ഉണ്ടായി, ആ പ്രോഗ്രസ് റിപ്പോർട്ട് നോട്ട് ചെയ്ത് വയ്ക്കാം. പിന്നെ ഒരു 10 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് വേണം ഉറങ്ങാൻ. ലാസ്റ്റ് ഓർമ്മ ശിവബാബയുടെ ആയിരിക്കണം. ഗുഡ് നൈറ്റ് ലാസ്റ്റ് ഭഗവാനോടായിരിക്കണം. പിന്നെ ഇതിന് ശേഷം പിന്നെ തമ്മിൽ സംസാരിക്കാനോ ഫോൺ എടുക്കാനോ ഒന്നും പാടില്ല. ആ ഒരു ലക്ഷ്യം വെച്ച് നമുക്ക് പോകാം. ജ്ഞാനം, യോഗം, ഈ 2 വിഷയങ്ങൾ നമ്മുടെ രാജയോഗത്തിൽ വ്യക്തിപരമാണ്. നമ്മൾ പരിശ്രമിക്കണം ഇതിന് 2നും. ജ്ഞാനത്തെ ഉപയോഗിച്ച് ജീവിക്കാനും പിന്നെ യോഗം പരമാത്മാവിൽ വെച്ച് യോഗ്യമായ ഒരു ജീവിതം ജീവിക്കാനും. ഇനി ഇത് 2ഉം ചെയ്യുന്നതിൻ്റെ ഒരു നെറ്റ് റിസൾട്ടാണ് അടുത്ത 2 വിഷയം, ധാരണയും സേവനവും. ധാരണയെന്ന് പറഞ്ഞാൽ നമ്മൾ ജ്ഞാനം കേൾക്കുന്നതിലൂടെ എന്ത് പരിവർത്തനം എൻ്റെ ജീവിതത്തിലുണ്ടായി. ഇപ്പോൾ ഈ കഴിഞ്ഞ 27 ദിവസമായിട്ട് നമ്മൾ കേൾക്കുകയാണ്. അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ എന്ത് സ്വഭാവത്തിൽ, ശീലത്തിൽ, കാഴ്ചപ്പാടിൽ, തീരുമാനങ്ങളിൽ, ധാരണകളിൽ, പെരുമാറ്റത്തിൽ, അല്ലേ, ആഹാരപാനീയങ്ങളിൽ, വ്യവഹാരത്തിലെല്ലാം എന്തൊക്കെ മാറ്റമുണ്ടായി, പോസിറ്റീവ് ചേഞ്ച്. അതിനെയാണ് ധാരണ എന്ന് പറയുന്നത്. ധാരണ പറഞ്ഞാൽ ധരിച്ചിരിക്കുക. നമ്മൾ പറയില്ലേ ഡ്രസ്സ് ധരിച്ചിരിക്കുന്നു എന്നല്ലേ പറയാം. അപ്പോൾ ധാരണ പറഞ്ഞാൽ എന്താ, ധരിച്ചത് മറ്റുള്ളവർക്ക് കാണാം. നമ്മുടെ ഡ്രസ്സ് മറ്റുള്ളവർക്ക് കാണാം, അല്ലെ, ആഭരണം ഇട്ടാൽ ആഭരണം ധരിക്കുക, അപ്പോൾ അത് മറ്റുള്ളവർക്ക് കാണാം. അല്ല, ധാരണ എന്ന് പറഞ്ഞാൽ
നമ്മൾ ഈ ജ്ഞാനം കേൾക്കുന്നു, ഡെയിലി മുരളി കേൾക്കണു, മെഡിറ്റേഷൻ ചെയ്യുന്നു, ശരി, എന്താ റിസൾട്ട്? നിങ്ങൾ ഡെയിലി സത്സംഗം കേൾക്കണം, എന്താ കാര്യം എന്ന് നമ്മുടെ വീട്ടുകാർ നമ്മളോട് ചോദിക്കാൻ വരരുത്. അവർക്ക് തിരിച്ച് പറയാൻ പറ്റണം, ഇവർ നിത്യ സത്സംഗം കേൾക്കുന്നതുകൊണ്ട്, ധ്യാനം പരിശീലിക്കുന്നതുകൊണ്ട് വലിയ മാറ്റമുണ്ട്. ആ മാറ്റം ആയിട്ട് അവരെന്ത് കാണുന്നു, അതിൻ്റെ പേരാണ് ധാരണ. അതിലൂടെ നമുക്ക് ഗുണങ്ങൾ, ശക്തികൾ, അല്ലേ, വിവേകം, പിന്നെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പല സാഹചര്യങ്ങളെയും വിഘ്നങ്ങളെയും നമ്മൾ തരണം ചെയ്യുന്ന രീതികൾ, മറികടക്കുന്ന രീതികളിൽ എല്ലാറ്റിലും നമുക്ക് ജ്ഞാനത്തെ ഉപയോഗപ്പെടുത്താം. ഒപ്പം ശക്തികൾ ഉപയോഗപ്പെടും, നമുക്ക് മെഡിറ്റേഷനിലൂടെ കിട്ടണം. അതിൽ ബ്രഹ്മ ബാബ നല്ല പ്രാക്ടീസുകൾ ചെയ്തിരുന്നു. ബാബ സ്വയം എഴുതി എഴുതി പഠിച്ച് ബോധവാനായി. ഞാനൊരാത്മാവാണ് അഭ്യസിക്കുമായിരുന്നു ബാബ. എന്നിട്ട് സ്വന്തം ഭാര്യയുടെ പേരിൽ ബാബ എഴുതി എഴുതി പഠിക്കുമായിരുന്നു, യശോദയൊരാത്മാവാണ്. കാരണം ബാബയ്ക്ക് ആരോടായിരുന്നു അറ്റാച്ച്മെൻറ്റ് ജാസ്തി, മരുമകൾ വളരെയധികം അറ്റാച്ച്മെൻ്റ് ആയിരുന്നു മരുമകളോട്. അപ്പം ബാബ എഴുതി എഴുതി പഠിച്ചിരുന്നു, രാധിക ഒരാത്മാവാണ്. എന്നിട്ട് ബാബയുടെ ദൃഷ്ടികോൺ മാറി, എല്ലാവരെയും ആത്മസഹോദരങ്ങളായിട്ട് കണ്ടു. 400 പേരെയും ഒരു വീട്ടിൽ ഒരേ കണ്ണിൽ ബാബയ്ക്ക് കാണാൻ കഴിഞ്ഞു, തൻ്റെ കുടുംബാംഗമായിട്ട്. മുഴുവൻ വിശ്വത്തെ പ്രതി ബാബയുടെ കണ്ണ് എൻ്റെ കുടുംബം എന്നുള്ളതായിട്ട് മാറി. അങ്ങനെ ബാബയുടെ വീട് വിശ്വകുടുംബമായിട്ട് മാറി. പിന്നെ ബാബ സ്വയം ഡെയിലി കച്ചേരി എന്നാണ് പറയുക, കച്ചേരി കൂടുമായിരുന്നു. കച്ചേരി മുക്കെന്നൊക്കെ നമ്മൾ പറയില്ലേ, കോടതി പടി, കോടതി വിളിച്ചു കൂട്ടുക എന്ന് പറഞ്ഞാൽ ബാബ സ്വയം യജമാന സ്ഥിതിയിൽ ആത്മാവിനെ ജഡ്ജാക്കി വെച്ചുകൊണ്ട് സർവ്വകർമ്മേന്ദ്രിയങ്ങളെ വിളിച്ചു കൂട്ടും. സൂക്ഷ്മേന്ദ്രിയവും ജ്ഞാനേന്ദ്രിയവും കർമ്മേന്ദ്രിയത്തെ എല്ലാം, മനസ്സ്, ബുദ്ധി, സംസ്കാരം, ബാക്കി കൈയും കാലും കണ്ണ് എല്ലാവരെയും വിളിച്ചിട്ട് ഡെയിലി ബാബ ചോദ്യം ചോദിക്കുകയായിരുന്നു. കണ്ണേ, നീ എന്നെ ചതിച്ചിട്ടില്ലല്ലോ, കാണാൻ പാടില്ലാത്തൊന്നും കണ്ടില്ലല്ലോ, കേൾക്കാൻ പാടില്ലാത്തൊന്നും കേട്ടിട്ടില്ലല്ലോ. ബാബയ്ക്ക് ഈ ഒരു സംസ്കാരം ശരിക്കും 1930 മുതലേ ആരംഭിച്ചിരുന്നു. ബാബയുടെ അന്ന് മുതലുള്ള ഡയറികൾ പരിശോധിക്കുമ്പോൾ ഇപ്രകാരം ഒരു കോടതി വിളിച്ചുകൂട്ടി, ദർബാർ കൂടിയിട്ട് ഈ ചെക്കിങ്ങും ചേഞ്ചും, ഈ ഒരു സംസ്കാരം അപ്പം മുതലേ ഉണ്ടായിരുന്നു. പിന്നീട് ബാബ മക്കളുടെ ഉള്ളിൽ ഈ സംസ്കാരങ്ങൾ ഉണ്ടാക്കിയെടുത്തു. കുട്ടികളുടെ ഇടയിലും കച്ചേരി എന്ന് പറയുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു തുടക്കം മുതലേ. അപ്പോൾ എല്ലാവരും ഇരിക്കും ഒരുമിച്ച്, രാത്രി ഭക്ഷണം എല്ലാം കഴിഞ്ഞിട്ട്, എന്നിട്ട് എല്ലാവരും ഈ 400 പേരും ഒരുമിച്ചിരുന്നിട്ട് എല്ലാവരും ഇരിക്കും. അവരവർ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വയം പറയണം. എന്തിനാന്ന് വെച്ചാൽ ആരുടെയും മുന്നിൽ ചെറുതാക്കാനല്ല, തിരുത്താൻ. പിന്നെ സത്യസന്ധതയുടെ ഒരു സംസ്കാരം, ഇത്രയും പേരുടെ മുന്നിൽ തൻ്റെ തെറ്റ് തുറന്ന് സമ്മതിക്കാനുള്ള ഒരു മനസ്സ്, അതിലൂടെ ദുരഭിമാനം കളയാൻ. പിന്നെ ഇനി സ്വയം ആരെങ്കിലും പറഞ്ഞില്ലെങ്കിൽ, ആരെങ്കിലും ആരുടെയെങ്കിലും കുറവുകൾ, തെറ്റുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതും അവർക്ക് പറയാൻ ബാബ അവസരം കൊടുത്തിരുന്നു. അതും എങ്ങനെ പറയണം? അവരെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, പിന്നെയോ അവരുടെ തെറ്റിനെ തിരുത്താൻ എന്ന മംഗളഭാവനയോടുകൂടി, അവർ പരിവർത്തനപ്പെടട്ടെ എന്ന ശുഭഭാവനയോടുകൂടി എല്ലാവരുടെയും മുന്നിൽ അവർ പറഞ്ഞില്ലെങ്കിൽ കണ്ടവർക്ക് പറയാം. ഈ രീതിയിലും ബാബ കച്ചേരി സമ്പ്രദായം വെച്ചിരുന്നു. അതിനുശേഷം ബാബ എന്ത് കുറവുകളുണ്ടോ അതിൽ നിന്ന് മുക്തിക്കുള്ള യുക്തികൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. പരമാത്മാ നൽകുന്ന ജ്ഞാനത്തിൻ്റെ യോഗത്തിലൂടെ ജീവിതത്തിലുണ്ടായ ധാരണകൾ, ധരിച്ച ആഭരണങ്ങൾ കാണിച്ചു തന്നവർ ധാരാളം പേരുണ്ട്. അവരെ നമ്മൾ നമ്മുടെ മുതിർന്ന സഹോദരിമാരെ ദാദിജിമാർ എന്ന് പറയും, മുതിർന്ന സഹോദരന്മാരെ ദാദാമാർ എന്ന് പറയും. ദാദി പറഞ്ഞ എൽഡർ സിസ്റ്റർ എന്നാണ് അർത്ഥം, മുതിർന്ന സഹോദരിമാർ. അപ്പം നമ്മൾ ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഈ ചിത്രത്തിൽ കാണുന്നത് ബ്രഹ്മബാബ അവ്യക്തമായതിനു ശേഷം ഈ യജ്ഞത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി ഫസ്റ്റ് ലഭിച്ചത് പ്രകാശ്മണി ദാദിജി, അതേപോലെ തൊട്ട് കാണുന്നത് ജാനകി ദാദി. ഈ ദാദിമാരെല്ലാവരും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്രകാരം നമ്മുടെ ദാദിമാരുടെ ജീവിതത്തിൽ ആ ധാരണകൾ, ആഭരണങ്ങൾ കാണാം. നിങ്ങൾ കാണുന്നില്ലേ അവരുടെ ഫേസിൽ, അവരുടെ വ്യക്തിത്വത്തിൽ ആ ദിവ്യത, എല്ലാ ഗുണങ്ങളുടെയും പ്രകാശം അവരുടെ വ്യക്തിത്വത്തിലും അവരുടെ വാക്കിലും പെരുമാറ്റത്തിലും നമുക്ക് നേരിട്ട്, കാരണം ഈ ദാദിമാരുമായിട്ടെല്ലാം നമ്മൾ മൗണ്ട് അബുവിൽ പോകുമ്പോൾ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും.
ഇതിൽ കാണുന്നത് ജാനകി ദാദി, അടുത്തത് ഗുൽസാർ ദാദിജി. ഇപ്രകാരം നമുക്ക് ഈ അനേക മഹാരഥികളായിട്ടുള്ള ദാദിമാരുണ്ട്. അവരുടെ എല്ലാം ജീവിതം കൊണ്ട് അവർ എന്താണ് ധരിക്കേണ്ടത്. അവർ വസ്ത്രങ്ങൾ വില കൂടിയതിട്ടിട്ടില്ല, അവരാരും നിറയെ ആഭരണങ്ങൾ ഇട്ടിട്ടില്ല. അവരുടെ ധാരണ എന്താണ്? ദിവ്യഗുണങ്ങളാണ്, അഷ്ടശക്തികളാണ്, ജ്ഞാനരത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ച രൂപങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇതിൽ ദാദി ജാനകി, നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് ദാദി 104 വയസ്സ് വരെ ഉണ്ടായിരുന്നു. ഈ ലോക്ക്ഡൗണിൻ്റെ ടൈമിലാണ് ദാദി അവ്യക്തമായത്. ഏറ്റവും സ്ട്രോങ് ആയ മനസ്സിനുടമ ലോകത്തിലെ എന്ന സർട്ടിഫിക്കറ്റ് വരെ ലോകം നൽകിയ വിശേഷപ്പെട്ട ആത്മാവാണ്. ഇപ്രകാരം നമ്മുടെ ദാദിമാർ അവരുടെ ജീവിതം കൊണ്ട് നമുക്ക് ധാരണ എന്താണെന്ന് കാണിച്ചു തന്നു. അതുകൊണ്ട് അവർ ക്ലാസ് എടുക്കുന്നത് തന്നെ, അവരുടെ ക്ലാസ്സിൻ്റെ പേരാണ് ധാരണാ ക്ലാസ് എന്നാണ് പറയുക. അവർ ജ്ഞാനമൊന്നും നമ്മളോട് പറയില്ല. അവർ ഭഗവാന്റെ അടുത്ത് നിന്ന് കേട്ട ശിവബാബയുടെ മുരളിയിലൂടെ അവരെങ്ങനെ ജീവിച്ചു, ആ ജീവിച്ചതിലൂടെ അവർക്ക് എന്ത് അനുഭവം ഉണ്ടായി, അത് ഷെയർ ചെയ്യുന്നതിനെയാണ് ധാരണാ ക്ലാസ് എന്ന് പറയണം. ഇനി ലാസ്റ്റ് വിഷയമാണ് നമ്മുടെ സേവനം. ജ്ഞാനം, യോഗം, ധാരണ വന്നാൽ പിന്നെ അതിൻ്റെ ഓട്ടോമാറ്റിക് റിസൾട്ടാണ് സേവനം. നിങ്ങളിപ്പോൾ സേവനം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും ഇല്ലേ? കാരണം ഈ ജ്ഞാനം കേട്ട് യോഗം ചെയ്യാൻ തുടങ്ങി നമ്മുടെ ജീവിതത്തിൽ ധാരണ മാറ്റം ഉണ്ടാകാൻ തുടങ്ങിയപ്പോൾ നമുക്ക് എന്ത് തോന്നും? എനിക്ക് ഈ ജ്ഞാനത്തിലൂടെ കിട്ടിയ അനുഭവം, മെഡിറ്റേഷനിലൂടെ കിട്ടിയ സുഖം, ശാന്തി, എൻ്റെ ജീവിതത്തിലുണ്ടായ ട്രാൻസ്ഫോർമേഷൻ ഇതെല്ലാവർക്കും കിട്ടണം. അപ്പോൾ വീട്ടിലുള്ള ഓരോരുത്തരെയും വിളിച്ച് നിങ്ങൾ പതുക്കെ പതുക്കെ സത്സംഗം കേൾപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ താല്പര്യമുള്ളവർ, ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നമ്മൾ കേൾപ്പിച്ചു കൊടുക്കും. അവരോടും കേൾക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു സേവനം നിങ്ങൾ തുടങ്ങി. എത്ര പേരോട് നിങ്ങൾ കേൾക്കാൻ പറഞ്ഞു? സേവനം ആരംഭിച്ചു. എത്ര പേർക്ക് നിങ്ങൾ ഈ പ്രോഗ്രാം കേട്ടതിന് ശേഷം അയച്ചു കൊടുക്കുന്നു? നിങ്ങൾ സേവനം ആരംഭിച്ചു. ഭഗവാൻ പറയും, സേവനം വീട്ടിൽ നിന്ന് ആരംഭിക്കണം മക്കളെ. അതിൻ്റെ അർത്ഥം ആരെയും നിർബന്ധിക്കുക എന്നുള്ളതല്ല. അവരോട് താല്പര്യമുള്ളവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക. എന്ത് പറഞ്ഞു കൊടുക്കണം? ആദ്യം അവർക്ക് ആത്മാവിൻ്റെ, പരമാത്മാവിൻ്റെയൊക്കെ കാര്യം പറഞ്ഞു കൊടുക്കണം എന്നില്ല. ആദ്യം അവർക്ക് അവരുടേതായ പ്രശ്നങ്ങൾ നമ്മളോട് പറയുമ്പോൾ, അവരുടെ വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ പറയുമ്പോൾ, ഭഗവാൻ പറഞ്ഞു തന്ന ജ്ഞാനത്തിൽ നിന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം അവരോട് ഷെയർ ചെയ്യും. അപ്പം നിങ്ങൾക്കിതൊക്കെ എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ, അവർക്ക് നമ്മുടെ ഈ കോഴ്സുകൾ, ഈ അടിസ്ഥാന കോഴ്സുകൾ നമ്മൾ എപ്പോഴും എല്ലാ മാസവും പുതിയ പുതിയ കോഴ്സ് 1-ാം തീയതി തുടങ്ങും. സൂം പ്ലാറ്റ്ഫോമിൽ കോഴ്സ് എല്ലാ മാസവും നടക്കും. അപ്പോൾ അതേപോലെ വാട്സപ്പിലും കോഴ്സുണ്ട്. സൂമിലെല്ലാം 1-ാം തീയതിയും തുടങ്ങും, എല്ലാ 15-ാം തീയതിയും വാട്സപ്പിൽ വേണമെങ്കിലും കോഴ്സ് കിട്ടും. അപ്പോൾ ആർക്ക് എന്ത് സൂമിൽ വന്ന് തന്നെ കോഴ്സ് കേൾക്കാൻ പറ്റുന്നവർക്ക് സൂമിൽ കേൾക്കാം. അല്ലാത്തവർക്ക് വാട്സപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പിലേക്ക് പോസ്റ്റ് ചെയ്ത് തരും. അപ്പോൾ ഡെയിലി നിങ്ങൾക്കതിൽ കേൾക്കാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഈ കോഴ്സിലേക്കൊക്കെ നിങ്ങൾക്ക് ഓൺലൈൻ കോഴ്സിൽ താല്പര്യമുള്ള ലോകത്തിൻ്റെ ഏത് കോണിലിരിക്കുന്നവർക്ക്, ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ലോകത്തിൻ്റെ ഏത് കോണിലുള്ള മലയാളികൾക്ക് വേണമെങ്കിൽ മലയാളത്തിൽ കേൾക്കാം, ഇംഗ്ലീഷ് വേണ്ടവർക്ക് ഇംഗ്ലീഷിൽ കേൾക്കാം. എല്ലാ ഭാഷകളിലും ഈശ്വരീയ സേവനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മറ്റുള്ളവരെ ഭഗവാന്റെ അടുത്തേക്ക് അടുപ്പിക്കാൻ, കാരണം നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാനും സാന്ത്വനിപ്പിക്കാനും എത്ര ദിവസം കഴിയും? എത്ര സാന്ത്വനിപ്പിക്കാൻ പറ്റും? അൾട്ടിമേറ്റ് എല്ലാവരുടെയും മനസ്സിനെ ഹീൽ ചെയ്യാൻ, സുഖപ്പെടുത്താൻ, സുഖചികിത്സയ്ക്ക് അവർ ആരുടെ അടുത്ത് തന്നെ വന്ന് അഡ്മിറ്റ് ആകണം? ശിവബാബയുടെ അടുത്ത്. ഡോക്ടർ സദാശിവൻ തന്നെയാണ് അവരെ പരിശോധിക്കേണ്ടത്, അവർക്ക് മരുന്ന് കൊടുക്കേണ്ടത്. അപ്പോൾ ശിവബാബയുടെ അടുത്തേക്ക് ആത്മാക്കളെ സുഖചികിത്സയ്ക്കായി കൂട്ടിച്ചേർക്കുക, അതാണ് ഏറ്റവും വലിയ പുണ്യം. പ്രകാശ്മണി ദാദിജി എപ്പോഴും പറയുമായിരുന്നു, മക്കളെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ സേവനം നമ്പർ 1 സർവീസ്, പുണ്യമാണ് ഒരാത്മാവിനെ പരമാത്മാവിലേക്ക് കൂട്ടിച്ചേർക്കുക, ഭഗവാനിലേക്ക് അടുപ്പിക്കുക, ബാബയുടെ പരിചയം കൊടുക്കുക. എന്നിട്ട് അവർ ബുദ്ധിയോഗം ഈശ്വരിൽ വെച്ചിട്ട് മുരളി കേട്ടും യോഗം ചെയ്തും ധാരണകളിലൂടെ ജീവിച്ചും അവരുടെ ജീവിതം എന്നും സുഖശാന്തിമയമാകും. നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എത്ര ദിവസം പറഞ്ഞു കൊടുക്കാൻ പറ്റും? നമ്മൾ ആശ്വസിപ്പിച്ചാൽ എത്ര ദിവസം പറ്റും? ഇനി അതിൻ്റെ ഇടയിൽ നമ്മൾ മരിച്ചാലോ? അവർക്ക് പിന്നെയും ജീവിക്കണ്ടേ? അപ്പോൾ എല്ലാവരുടെയും ബുദ്ധിയെ അതിലേക്ക് അടുപ്പിക്കുക, പരമാത്മാവിലേക്ക്. അതിൻ്റെ പേരാണ് സേവനം. ആ സേവനം ആരംഭിക്കേണ്ടത് എവിടെ നിന്നാണ്? നമ്മുടെ ജീവിതത്തിലുണ്ടായ മാറ്റത്തിലൂടെ. നമ്മളെ കണ്ടിട്ട് നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്ക് തോന്നണം, ഇവരെങ്ങനെ ഇങ്ങനെ മാറി, ഇവരെ ആരെ ഇങ്ങനെ ആക്കിയത്? നമ്മുടെ പെരുമാറ്റം, നമ്മുടെ മുഖം, നമ്മുടെ ചലനങ്ങൾ,
നമ്മുടെ ജീവിതത്തിലുണ്ടായ അല്ലേ സകാരാത്മകമായ പരിവർത്തനം കണ്ടിട്ട് നമ്മുടെ കുടുംബത്തിലുള്ളവർ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ നമ്മളോട് ചോദിക്കണം, ഇങ്ങോട്ട് ചോദിക്കണം. നമ്മൾ അങ്ങോട്ട് പോയി പറയുകയല്ല, ഇങ്ങോട്ട് ചോദിക്കണം. അപ്പം നമുക്ക് ബാബയുടെ കാര്യം അവരോട് പറയാൻ പറ്റും. അങ്ങനെ പതുക്കെ പതുക്കെ പരമാത്മാവിൻ്റെ പരിചയം നമുക്ക് നൽകാം. ഇപ്പോൾ കോഴ്സുകൾ, ഓൺലൈനിൽ ക്ലാസ്സുകളും കോഴ്സുകളും നമുക്ക് കിട്ടും. പിന്നെ ഈ കൊറോണയുടെ ബുദ്ധിമുട്ടെല്ലാം മാറി നിങ്ങൾക്ക് യാത്രയൊക്കെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാവരുടെയും വീടിൻ്റെ അടുത്ത് ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം രാജയോഗ മെഡിറ്റേഷൻ സെൻറ്റർ എന്ന പേരിൽ ഒരു ബ്രാഞ്ച് ഒരു 5-10 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തീർച്ചയായിട്ടും കാണും. അപ്പം നിങ്ങൾക്ക് എപ്പോൾ പോകാൻ പറ്റുന്ന സൗകര്യമുണ്ടോ, യാത്രകൾ ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റുന്ന സമയം വന്നാൽ നിങ്ങൾക്ക് നേരിട്ട് സേവാ കേന്ദ്രത്തിൽ പോയി ഈ കോഴ്സുകൾ, അടിസ്ഥാന ക്ലാസ്സുകളും മുരളിയും എല്ലാം നേരിട്ട് കേൾക്കാം. അതാണ് ഫസ്റ്റ്, നമ്പർ 1 അതാണ്. ഇപ്പം അതിന് പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഓൺലൈനിൽ കോഴ്സുകൾ എടുക്കുന്നതും. മുരളിയും നിങ്ങൾക്കിപ്പോൾ ഓൺലൈനിൽ കിട്ടും. ബാക്കി അനുകൂല സാഹചര്യം വന്നാൽ തീർച്ചയായും നിങ്ങൾ പോകണം. അവിടെ എല്ലാം നിമിത്ത സഹോദരന്മാരുണ്ടാവും. അവർ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ, അവിടെ നിങ്ങൾക്ക് സെൻറ്ററിൽ പോയാൽ എന്താ ഗുണം വെച്ചാൽ അവിടെ മെഡിറ്റേഷൻ റൂമുണ്ടാവും. അതിനെ ബാബ റൂമെന്ന് പറയും. അവിടെ ഇരുന്ന് വളരെ വണ്ടർഫുള്ളായിട്ടുള്ള എക്സ്പീരിയൻസ്, നമുക്കൊരിക്കലും വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റാത്ത നല്ല അനുഭൂതികൾ അവിടെ ഇരുന്നിട്ട് കിട്ടും. പിന്നെ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ചെയ്യുമ്പോൾ അതിൻ്റെ വളരെ നല്ല കൂട്ടായ്മയുടെ അനുഭവങ്ങൾ നമുക്ക് ലഭിക്കും. അതുകൊണ്ട് നിങ്ങൾ സ്വയം ഉന്നതി നേടുക, ഈശ്വരീയ സേവനങ്ങളുടെ ഭാഗമായിട്ട് അനേകരെ ഭഗവാനിലേക്ക് അടുപ്പിക്കുക. ഇത് കൂടാതെ നമുക്ക് നമ്മുടെ ശരീരം, മനസ്സ്, ധനം, നമ്മുടെ കഴിവുകൾ, നമ്മുടെ സമയം, നമ്മുടെ ബുദ്ധി, നമുക്ക് എന്തൊക്കെ ടാലൻറ്റുകളുണ്ട്, ഇതിനെല്ലാം വിശ്വമംഗള കാര്യത്തിൽ അനേകരുടെ മംഗളത്തിന് ഉപയോഗിക്കാം. അത് സേവനമാണ്. അതിലൂടെയും പുണ്യം ശേഖരിക്കാം പലതരത്തിൽ. ഇപ്പം നോക്കൂ, ഉദാഹരണത്തിന് ഇപ്പോൾ സിസ്റ്റർ ഇരിക്കുന്നു, ഇവിടെ ഒരു ചെയർ വേണമല്ലോ ഇരിക്കാൻ. ഈ കസേര ഒരു സേവനമാണ്. ഏതോ ആത്മാവ് വാങ്ങിക്കൊണ്ട് വന്നതാണിത് ബാബ വീട്ടിൽ. അതുപോലെ ഈ സംസാരിക്കുന്ന ഈ മൈക്ക്, ഇതിൻ്റെ മുന്നിലുള്ള ക്യാമറ, നിങ്ങൾക്ക് ഈ പ്രോഗ്രാം എത്തിച്ചു തരാൻ ഇപ്പോൾ ഈ സത്സംഗം നടക്കണ ഇപ്പോൾ ശിവജ്യോതി ഭവനിൽ ഈ ഓൺലൈൻ സേവനങ്ങൾക്ക് 12ഓളം കമ്പ്യൂട്ടറുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഓരോ ആത്മാക്കളുടെ സേവനങ്ങളാണ്, ഓരോരുത്തരുടെ. അപ്പോൾ ഓരോരുത്തരും അവനവൻ്റെ ധനത്തെ സഫലമാക്കുന്നതാണ്. എന്തിന്? വിശ്വമംഗളം. കാരണം ഇതിലൂടെ അനേകർക്ക് മംഗളമാണ്. അപ്പോൾ ഈ ഒരു ചെയർ വാങ്ങിക്കൊണ്ടുവന്ന ആൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന പുണ്യം എന്താണ്? സിസ്റ്റർ ഈ ചെയറിലിരുന്ന് ഈ ജ്ഞാനം നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ ആരെല്ലാം ഇതിൽ കേൾക്കുന്നോ, ആർക്കെല്ലാം ഇതിൽ നിന്ന് സുഖം കിട്ടുന്നോ, അതിൻ്റെയൊക്കെ ഒരു ആശീർവാദം ഈ ചെയർ വാങ്ങാൻ വേണ്ടി ആരിതിന് പൈസ ചിലവാക്കിയോ അവരുടെ എല്ലാം ബാങ്ക് അക്കൗണ്ടിലേക്ക് പോകും. ഏത് ബാങ്ക്? പുണ്യത്തിൻ്റെ ബാങ്കിലേക്ക്, ഈശ്വരീയ ബാങ്കിലേക്ക്, ആത്മീയ ബാങ്കിലേക്ക് പോയി ഡെപ്പോസിറ്റ് ആകും. ഇനി ഇതിനോടൊപ്പം ബാക്കിയുള്ള ചെയറുകൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ സെൻറ്ററിൽ വരാൻ തുടങ്ങുന്നു. അപ്പം നിങ്ങളെല്ലാവരും ആ ചെയറിനെ ഉപയോഗിക്കും. എത്ര നാൾ ഈ ചെയറിൽ എത്ര പേരിരുന്ന് സത്സംഗം കേൾക്കണോ അവരുടെ എല്ലാം പുണ്യത്തിലേക്ക്, ഈശ്വരീയ ബാങ്കിലേക്ക് കാലാകാലത്തെ ആശീർവാദം കിട്ടും അല്ലേ? അങ്ങനെ നമുക്കെല്ലാവർക്കും നമ്മുടെ പുണ്യത്തിൻ്റെ ശേഖരണത്തിൽ ഡെപ്പോസിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഭഗവാൻ പറയുന്നത് എത്ര വേണോ നിക്ഷേപിക്കാം. അത് ശരീരം കൊണ്ട് ചെയ്യാം, മനസ്സുകൊണ്ട് ചെയ്ത് നേടാം, ധനം കൊണ്ടും ചെയ്യാം, കഴിവുകൾ കൊണ്ടും ചെയ്യാം. സർവസ്വവും സഫലമാക്കി പുണ്യത്തിൻ്റെ ശേഖരണം ഉണ്ടാക്കൂ. പുണ്യവും ഉണ്ടാകും, പിന്നെ ബ്ലെസ്സിങ്സ് കിട്ടും, ആശീർവാദം കിട്ടും. പ്രത്യക്ഷ ഫലമാണ് സേവനത്തിൻ്റെ സന്തോഷം കിട്ടും. കാരണം എല്ലാവരും അനുഭവം പറയും. ഇപ്പോൾ സെൻറ്ററിൽ വന്നൊരു സേവനം ചെയ്യുന്നത്, യജ്ഞത്തിലൊരു സേവ ചെയ്യുന്നതും അതേ ജോലി ബാബ വീട്ടിൽ വന്ന് അടിച്ചു വാരുന്നതും സിസ്റ്ററെ വീട്ടിൽ അടിച്ചു വാരുന്നതും തമ്മിൽ വ്യത്യാസമാണ്. ബാബ വീട്ടിൽ അടിച്ചു വാരുന്നതേ ഗോപികമാരെ പോലെ ആനന്ദ നൃത്തം ചെയ്തുകൊണ്ടാണ് ബാബയുടെ മക്കൾ. കാരണം എന്താ? ബാബയുടെ വീട്, എത്രയോ പേര് വന്നു പോകുന്നവർ, യജ്ഞസേവനം, ആ മനോഭാവത്തോടു കൂടി ചെയ്യുമ്പോൾ എന്താകും? നമുക്കതിൽ നിന്ന് അളവറ്റ സന്തോഷം കിട്ടും. എത്രയും പേരുടെ ആശീർവാദം നമുക്ക് ലഭിക്കും. ആ കർമ്മം എത്ര ആക്യുറേറ്റ് ആയിട്ട് ചെയ്യുന്നോ അതിനനുസരിച്ച് നമുക്ക് നല്ല സന്തോഷവും കിട്ടും. പിന്നെ നമുക്ക് ലാസ്റ്റ് ഓർമ്മിക്കേണ്ടത് ജ്ഞാനം, യോഗം, ധാരണ, സേവന, ഈ 4 വിഷയങ്ങളാണ് മുരളിയിലൂടെ കിട്ടണം. ശ്രീമദ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, അർജുൻ്റെ അടുത്ത് പറയാണ്, അർജുന,
നിൻ്റെ മനസ്സ് എന്നിൽ വളരെയധികം മുഴുകണം. മുഴുകിക്കൊണ്ട് നീ എന്നെ ഓർമ്മിച്ചാൽ നീ എനിക്ക് പ്രിയങ്കരനായിട്ട് മാറും. ഇനി നിൻ്റെ മനസ്സെന്നിൽ മുഴുകുന്നില്ല എങ്കിൽ നീ മുഴുകാനുള്ള അഭ്യാസം ചെയ്യും. അഭ്യാസവും നിനക്ക് കഠിനമായിട്ട് തോന്നുകയാണെങ്കിൽ നീ എനിക്കായുള്ള സേവനങ്ങൾ ചെയ്യും. നീ എനിക്കായിട്ടുള്ള സേവനങ്ങൾ ചെയ്യുമ്പോൾ പിന്നെ നിനക്ക് അഭ്യാസം സഹജമായിട്ട് മാറും. എന്നിൽ മുഴുകാൻ എളുപ്പമാകും. കാരണം സേവനം എല്ലാവർക്കും എളുപ്പമാണല്ലോ. സേവനങ്ങൾ, കർമ്മങ്ങൾ ചെയ്ത് നമുക്ക് ശീലമുള്ളതാ. ശരീരം കൊണ്ടാണെങ്കിലും മനസ്സുകൊണ്ടാണെങ്കിലും അല്ലേ, ധനവും എല്ലാം ഉപയോഗിച്ച് സർവീസുകൾ ചെയ്ത് നമുക്ക് വീട്ടിലും ജോലിസ്ഥലത്തും സമൂഹത്തിലുമൊക്കെ സർവീസ് ചെയ്ത് ഓൾറെഡി നമുക്ക് ശീലമുണ്ട്, സംസ്കാരമുണ്ട്. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് നിങ്ങളെൻ്റെ സേവനം ചെയ്തുകൊണ്ട് പോകും. അപ്പോൾ എന്താവും, ബാക്കി ജ്ഞാനവും യോഗവും ധാരണയെല്ലാം ഈസിയാകും സേവനങ്ങളിൽ മുഴുകിയാൽ തന്നെ. ചെറിയ ചെറിയ സേവനങ്ങളിൽ മുഴുകിയാൽ പോലും നമുക്ക് വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ പതുക്കെ പതുക്കെ ഓരോ സേവനങ്ങളിൽ നമ്മൾ ഇൻവോൾവ് ആകുമ്പോൾ, സേവനങ്ങളിൽ മുഴുകി പരമാത്മ കാര്യത്തിൽ ഇൻവോൾവ് ആകുമ്പോൾ വലിയ മാറ്റം നമ്മുടെ മനസ്സിൽ ഉണ്ടാവും. ബോധതലത്തിൽ തന്നെ നമുക്ക് മാറ്റം ഉണ്ടാകുന്നത് കാണാം. നിങ്ങൾക്ക് അനുഭവം നിങ്ങൾക്ക് കിട്ടും സേവനം ചെയ്യാൻ തുടങ്ങുമ്പോൾ. പല ലെവലിൽ നമുക്ക് സേവനം ചെയ്യും. ഇപ്രകാരം ഭഗവാൻ നമുക്ക് നിത്യേനയുള്ള പ്രഭാത മുരളിയിലൂടെ ഈ 4 വിഷയങ്ങളാണ് പഠിപ്പിക്കുക.